സകലമാന ക്രൈസ്തവ സഭകളിലെ ലക്ഷണമാണ് ഇപ്പൊ കാണിച്ചത്. പെൺപുലികളുടെ സ്വരം മാത്രമേ കേൾക്കുന്നുള്ളൂ. ശരിക്കും നമ്മുടെ ആൺകുഞ്ഞുങ്ങളുടെ സ്വരമാണ് നമുക്ക് കേൾക്കേണ്ടത്. ഇതുങ്ങളൊക്കെ കെട്ടിപ്പോകാനുള്ളതാണ്. അല്ലേ? മോശമായിട്ട് പറഞ്ഞതല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ആൺകുട്ടികളുടെ കൂടെ സംസാരിക്കണം. യെസ് ആണോ മക്കളെ? ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചു. യെസ്, യെസ് ഓർ നോ? യെസ്. ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ നന്നായിട്ട് വരട്ടെ. ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറയട്ടെ, ഞാനൊരു മജീഷ്യൻ ഒന്നുമല്ല. എന്നുവെച്ചാൽ ഈ ഒരു ക്രൗഡിനെ ഇളക്കി മറിച്ച് വർത്തമാനം പറയുന്ന ശൈലി എനിക്കില്ല. വളരെ ലൈറ്റായിട്ടാണ് എൻ്റെ സംസാരങ്ങൾ. അപ്പം നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. ഡയലോഗ്, ഈ മോണോലോഗിൽ ഐ ഡോണ്ട് ബിലീവ് ഇൻ മോണോലോഗ്. ഒരാൾ വേദിയിൽ നിന്ന് സംസാരിക്കുകയും ബാക്കി എല്ലാവരും കുറേ നേരം കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ ശൈലി, ഇറ്റ് ഈസ് ഔട്ട്ഡേറ്റഡ്. അതിൻ്റെ കാലം കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തൊരു ബോർ ഏർപ്പാടായിരിക്കും അല്ലേ ഈ പ്രശ്നം. നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ എന്ത് കണ്ടാണ് ഇങ്ങോട്ട് വന്നത്? അതെനിക്കറിയാൻ മേലാത്ത. ശരിക്കും നിങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള അതാദ്യം അറിയട്ടെ. എനിക്ക് അങ്ങനെ നിങ്ങളെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. എന്ത് കണ്ടിട്ടാണ്? വാട്ട് മോട്ടിവേറ്റഡ് യു ടു ബി ഹിയർ? വാട്ട് മോട്ടിവേറ്റഡ് യു ടു ബി ഹിയർ? എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്? ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനും എൻ്റെ മോന്തയ്ക്കോട്ട് നോക്കുകയല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയിരിക്കുകയാണ്. നമ്മൾക്ക് മുഖം കൊടുത്താൽ പിന്നെ എങ്ങാനും ചോദിച്ചാലോ ആരാ പറയുന്നത്? ഒരാൾ സ്വന്തം ഇഷ്ടത്തിൽ പറയാൻ പറ്റുന്ന ഒരാൾ. ഓർത്തഡോക്സ് സഭ ഞാൻ ഏറെ മാനിക്കുന്ന, എനിക്ക് റെസ്പെക്റ്റ് ഉള്ള സഭയാണ്. ആ സഭയായിട്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് നല്ല ബന്ധമുണ്ട്. കോട്ടയമായിട്ടും പിന്നെ ഈ നിരണം പരുമല ദേവാലയങ്ങളൊക്കെ ആയിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. അവിടെയൊക്കെ പോവുകയും ഓരോ കാര്യങ്ങൾക്ക് സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ വല്ലപ്പോഴും പേഴ്സണലായിട്ട് പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് നിരണം പള്ളി. അതുവഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒന്ന് നിരണത്തിൽ ഞങ്ങൾക്ക് ഒരു ചെറിയ സെമിനാരി ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് അവിടെ പോയിരുന്നത്. അപ്പോൾ ഈ ഓർത്തഡോക്സ് സഭയെ ഏറെ മാനിക്കുന്നതാണ്. നിങ്ങളുടെ സമുദായ ബോധം, നിങ്ങളുടെ പാരമ്പര്യ ബോധം, ആരാധനയോടുള്ള താല്പര്യം, അതൊക്കെ ഞങ്ങൾക്ക് മാതൃകയുമാണ്. ഞങ്ങളും അത് കണ്ടു പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ തീക്ഷ്ണത ഇളം തലമുറയിൽ അല്ല, നല്ലോണം കൈയടിച്ചോ. നല്ല കാര്യമാണ്, ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശരി. ഇപ്പം നിങ്ങൾ ശരിക്കും ഈ വേദിയിലിരുന്ന് ചുമ്മാ പാസീവായിട്ടിരിക്കുകയല്ലായിരുന്നു. നിങ്ങളിവിടെ പറഞ്ഞ ഓരോ അനൗൺസ്മെൻറ്റും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ യുവജന പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞ 3 വാക്കുകൾ എന്നെ വളരെ എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റി. ഒന്ന്, പല വാക്കുകൾ പറഞ്ഞല്ലോ, അതിൽ ഏത് വാക്കാണ് ഈ അച്ഛൻ ഉദ്ദേശിക്കുന്നതായിരിക്കും അല്ലേ? യുവജന പ്രസ്ഥാനത്തിൻ്റെ ശൈലി 3 വാക്കുകളിലായിട്ട് പറഞ്ഞായിരുന്നു. ആരാധന, പഠനം, സേവനം. നല്ല രസമുണ്ടത്. ആരാധന, പഠനം, സേവനം. കാരണം അത് ഈ നസ്രാണി സഭയുടെ പാരമ്പര്യത്തിലേക്ക് കിടക്കുന്ന ശൈലിയാണ്. ലെക്സ് ഒരാന്തേ, ലെക്സ് ക്രതേന്തേ, ലെക്സ് വിവേന്തേ എന്ന് പറയും ലാറ്റിനിൽ. എന്ന് വെച്ചാൽ ലെക്സ് ഒരാന്തേ മീൻസ് പ്രാർത്ഥനയുടെ നിയമം. പ്രാർത്ഥനയുടെ നിയമം. ലെക്സ് ക്രതേന്തേ, ക്രേതോ മീൻസ് വിശ്വാസം. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ നിയമമാണ് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ നിയമം. ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങളുടെ വിശ്വാസമാണ്. എല്ലാം തുടങ്ങുന്ന ഇവിടുന്ന് ആരാധനയിൽ നിന്ന്. ദൈവാരാധനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ആരാധനയിൽ വിശ്വസിച്ച്, ആരാധനയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറവിടം. അവിടുന്ന് വിശ്വാസം സ്വീകരിച്ച് ആ വിശ്വാസം പള്ളിക്ക് പുറത്തു കൊണ്ടുപോയി ജീവിക്കുന്നൊരു സമൂഹമാണ് നസ്രാണി സമൂഹം. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞത് കൃത്യം ചേർന്നാണ് പോകുന്നത്. ആരാധന, പഠനം, വിശ്വാസം പഠന വിഷയമാകുന്നു. എന്നിട്ട് സേവനം, ജീവിതം. അപ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. ഇപ്പോൾ ആദ്യം എനിക്ക് വന്ന് കയറിയപ്പോൾ ഉള്ളത് പറയാമല്ലോ. ഞാൻ ഈ അപ്രിയ സത്യങ്ങൾ പറയുന്ന ആളാണ്. പക്ഷെ അപ്രിയ സത്യങ്ങളും പ്രിയത്തോടെ പറയും. അതാണ് ഒരു വ്യത്യാസമുള്ളത്. കലഹവും ദേഷ്യവും ഇല്ല. അപ്രിയ സത്യങ്ങളും പ്രിയത്തോടെ ചിരിച്ചുകൊണ്ട് പറയും. ആദ്യം വന്ന് കയറിയപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത്, കർത്താവേ എന്തൊരു ശോഷിച്ച വേദിയാണിതെന്നാണ് വിചാരിച്ചത്. അറേഞ്ച്മെൻ്റ് ഒക്കെ സൂപ്പറായിരുന്നു. അറേഞ്ച്മെൻ്റ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ സഭാ സംവിധാനങ്ങൾക്കൊക്കെ പറ്റുന്നതാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ആനുപാതികമായ റെസ്പോൺസ് കിട്ടാറില്ല. എന്തോ ഒരു എഫേർട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ കറങ്ങി കളിക്കുന്ന ലൈറ്റൊക്കെ കുറേ നേരം നോക്കിയിരുന്നു. ഒരു ലൈറ്റ് ഇതുവഴി കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു, 2 ലൈറ്റ് മേളിക്കൂട്ടൊക്കെ. അപ്പോൾ നല്ല വെൽ സെറ്റപ്പാണ്. എത്ര ക്യാമറയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. എല്ലാം കൊണ്ടും സജ്ജീകരണങ്ങൾ സൂപ്പർ. സുവിശേഷത്തിൽ പറയുന്നത് പോലെ വിരുന്നൊരുക്കപ്പെട്ടിരിക്കുന്നു. ഇനി കഴിക്കാൻ വായു എന്ന് പറയുമ്പോൾ കഴിക്കാൻ ആരും ഇല്ലാത്തതുപോലെ എനിക്ക് ആദ്യം കണ്ടപ്പോൾ തോന്നി. ഞാൻ ഓർത്ത്, ദൈവമേ, കാരണം എനിക്ക് ഈ ആളുകളുടെ ഇടയ്ക്ക് നിന്ന് സംസാരിക്കാൻ ഇഷ്ടമാണ്. അവിടെ നോക്കിയപ്പോൾ ഒരു ദ്വീപ് അവിടെ, ഒരു ദ്വീപ് ആ മൂലയ്ക്ക്, 3 ദ്വീപായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എവിടെ പോയി നിന്ന് ക്ലാസ് എടുക്കുമെന്നായിരുന്നു എൻ്റെ ആശങ്ക. പക്ഷെ പിന്നീട് ഈ കോമ്പയർ ചെയ്ത ആൾ എന്തിയെ, പുള്ളിക്കാരി ഈ ഇലക്ഷന് വല്ലതും ഇതിന് പോകുന്ന ആളാണോ, പ്രചാരണത്തിന് പോകുന്ന ആളാണോ? കാരണം ഇലക്ഷന് വോട്ട് പിടിക്കാൻ പോകുന്ന പോലെയാണ്, തീക്ഷ്ണതയോടെ ഭയങ്കര കാര്യമായിട്ടൊക്കെ അപ്പോൾ അപ്പത്തോട്ട് ഞാൻ ഓണായി കൊള്ളാം. അപ്പോൾ ഒരു തീയുള്ള സമൂഹമാണ്. യുവജനങ്ങൾക്കും ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളത്. സ്വാഗതം പറഞ്ഞ ആളും നല്ല ഒരുങ്ങി ആത്മാർത്ഥതയോടെ പറയുന്നത് കേട്ടു. അങ്ങനെ വന്നപ്പോൾ ഞാനൊന്ന് പോസിറ്റീവായി. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. വർത്തമാനം പറയണം. നിങ്ങൾ മിണ്ടിക്കൂ. ഇങ്ങനെ മിണ്ടുമ്പോൾ ചെയ്യുമ്പോൾ അറിയാമോ, ഞാൻ പറയുന്നൊരു മോട്ടോയുണ്ട്, ഫീൽ ഫ്രീ ടു മേക്ക് എറേഴ്സ്. എന്താണ് ആ സെന്റൻസ് എന്നോട് പറഞ്ഞേ? എന്തായിരുന്നു അത്? പറയടാ, എന്താ അത്?
പിള്ളേർ പറ, ഭാവിയിലെ യുവജന പ്രസ്ഥാനം പറ, എന്താ അത്? ഫീൽ ഫ്രീ ടു മേക്ക് എറേഴ്സ്. തെറ്റുവരുത്താൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. തെറ്റുവരുത്താൻ നമുക്ക് തന്നെ സ്വാതന്ത്ര്യം കൊടുക്കണം. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇത്തരം ഈ ഇരിക്കുന്ന ആൺപിള്ളാരും പെൺപിള്ളാരും ഒക്കെ പുലികളാണ്. പക്ഷെ പ്രശ്നം, ഒരു പൊതുവേദിയിൽ ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കാൻ പറയുമ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മുടെ വായിൽ നിന്ന് മണ്ടത്തരം പറയാൻ നമുക്ക് പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈയും കെട്ടിയിരിക്കും. എങ്ങനെ ചിന്തിച്ചോണ്ട്, ഞാൻ വല്ലതും പറഞ്ഞാൽ ദാറ്റ് വിൽ ബി എ പെർഫെക്റ്റ് ആൻസർ. ഞാൻ വല്ലതും പറഞ്ഞാൽ അത് ശരി ഉത്തരവേ ഞാൻ പറയൂ. എന്ത് പറ്റുന്നറിയാമോ? ഈ ഇരിപ്പ് മരണം വരെ അവിടെ ഇരിക്കും. മരണം വരെ ആ ഇരിപ്പ് ഇരിക്കും. നമ്മുടെ വായിൽ നിന്നൊന്നും വീഴാൻ പോകുന്നില്ല. ശ്രമിക്കുന്നേ, തെറ്റിപ്പോട്ടെ. ഫീൽ ഫ്രീ ടു മേക്ക് എറേഴ്സ്. എനിക്കറിയാം നിങ്ങളിപ്പോൾ ചിന്തിക്കുക, എൻ്റെ പൊന്നച്ച പ്രോത്സാഹനം തരരുത്, ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് വല്ല മണ്ടത്തരവും പറയും, പിന്നെ ഒരു മാസം ഞങ്ങളുടെ ഇടവകയിൽ അത് കിടന്ന് ഓടിക്കൊണ്ടിരിക്കും. ഒരു മാസം അതായിരിക്കും പിന്നെ അത് തമാശയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. സാരമില്ല. ഇടയ്ക്ക് നമ്മളെ അങ്ങനെ തന്നെ മുറിവേൽക്കാനൊക്കെ നിന്ന് കൊടുക്കണം. കാരണം ഉണ്ടല്ലോ, നിങ്ങൾ യൂത്ത് കേവലം ഒരു സ്പിരിച്വൽ ബോഡി, ഒരു സ്പിരിച്വൽ മൂവ്മെന്റ് മാത്രമായി ചുരുങ്ങി പോകാതെ ഇന്നത്തെ കോമ്പറ്റീറ്റീവ് വേൾഡിൽ തൻ്റെ ഇടത്തോടെ നിൽക്കണമെങ്കിൽ ഇവിടെ കുറച്ച് കളിയാക്കലുകൾ നേരിടുന്നത് നല്ലതാണ്. ഇടവകയിൽ കുറച്ച് പേര് കളിയാക്കട്ടെന്നേ, കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും റോസ്റ്റ് ചെയ്യട്ടെ നിങ്ങളെ. എന്തിനാ? ഇത് കഴിയുമ്പോൾ ഇതിനപ്പുറത്തുള്ള റോസ്റ്റിംഗ് വരാനിരിക്കുക ലൈഫിൽ. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇനി ഇന്റർവ്യൂവും ഇനി അങ്ങോട്ടുള്ള വർക്ക് സ്പേസും ഒക്കെ എളുപ്പമാണെന്നോ? അല്ല. അന്ന് തൻ്റെ ഇടത്തോടെ നിൽക്കാൻ, അന്ന് നേരെ നിന്ന് കാര്യം പറയാൻ ഇത്തരം ഉരുകലുകൾ, റോസ്റ്റിംഗ് നല്ലതാണ്. അതുകൊണ്ട് തെറ്റ് വരുത്താൻ അനുവദിച്ചേക്ക്, തെറ്റിപ്പൊക്കോട്ടെ. അതെ ചോദ്യം, വാട്ട് മോട്ടിവേറ്റ്സ് യു ടു ബി ഹിയർ? എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എന്ത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ആര് പറയും? ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറയാൻ ആർജവത്തോളം. ഞാനായിട്ട് വന്ന് എഴുന്നേൽപ്പിച്ച രസമില്ല, കാരണം നിങ്ങളുടെ പ്രാക്കും കൂടെ ഞാൻ മേടിക്കേണ്ടി വരും. അതിനകത്ത് വലിയ കാര്യമില്ല. സ്വന്തം ഇഷ്ടത്തിൽ എഴുന്നേറ്റ് നിന്ന്, അച്ചോ ഞാൻ ഇന്നിവിടെ വരാനുള്ള കാരണം ഇതാണ് എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. നിങ്ങൾ ഓർത്തേക്കരുത് കുറച്ചു നേരം നോക്കി നിന്നിട്ട് പുള്ളി അടുത്ത പരിപാടിക്ക് പോകുമെന്ന്. ഇല്ല, എനിക്കൊരു നാണോ ഇല്ല, ഞാൻ ഇങ്ങനെ നിൽക്കും. ആരെങ്കിലുമൊക്കെ പറയുന്നിടം വരെ ഞാനിങ്ങനെ നോക്കി നിൽക്കും. യെസ്, വാട്ട് മോട്ടിവേറ്റ്സ് യു ടു ബി ഹിയർ? ഇവിടെ വരാനുള്ള കാരണം എന്താ? ഈ സമ്മേളനത്തിന് വരാനുള്ള കാരണം എന്താ? എന്ത് കണ്ടിട്ടാ ഇങ്ങോട്ട് വന്നേ? ആരെങ്കിലും ഒരാള്, മരുന്നിനൊരാള്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. നീ പറയുമോ? ചിലരൊക്കെ ഇവിടെ നിന്ന് പ്രാർത്ഥന ഇല്ലെന്നുണ്ട്, എൻ്റെ കർത്താവ് ഇങ്ങോട്ട് വരരുത് ഈശോയെ എന്ന് മെഴുതി കത്തിച്ചേക്കാവ, എൻ്റെ അടുത്തോട്ടൊന്നും വന്നേക്കരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. വാട്ട് ബ്രിങ്സ് യു ഹിയർ? നേതാവല്ലേ, അല്ലേ? സെക്രട്ടറി അല്ലേ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി പറഞ്ഞേ എന്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്? ഭദ്രാസന സെക്രട്ടറി പറയും, അച്ഛാ സെക്രട്ടറി ആയി പോയി അച്ഛാ, വരാതിരിക്കാൻ വേറെ മാർഗമില്ല. എന്തുകൊണ്ടാ? വാട്ട് മോട്ടിവേറ്റ്സ് യു ടു ബി ഹിയർ? ചെങ്ങന്നൂർ ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ ചരിത്രമുറങ്ങുന്ന വാർഷിക സമ്മേളനമാണ്. ചരിത്രത്തിന്റെ ഭാഗമാകുവാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അച്ഛൻപറയുടെ ആരാധന, പഠനം, സേവനം എന്ന ആപ്തവാക്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിന്റെ നിർണായകമായ ഒരു കാലഘട്ടത്തിൽ സഞ്ചരിക്കുമ്പോൾ എൻ്റെ കർത്താവേ കൂടുതൽ ജീവിതം എനിക്കിപ്പോ മറ്റേ സാധനം ഓർമ്മ വരുന്നത്, മൂർക്കം പാമ്പിനെയാണല്ലോ കർത്താവെ ചവിട്ടിയെന്ന് പറയുന്നതൊക്കെ ആയിപ്പോയി. വലിയ കാര്യങ്ങളാണ് പറയുന്നത്. നല്ല കാര്യം ഗുഡ്, നല്ല കാര്യം. ഒരാളും കൂടെ ഇത്രയും കടുത്ത മൂർക്കം പാമ്പല്ലാത്ത ഒരാളും കൂടെ, വാട്ട് മോട്ടിവേറ്റ്സ് യു ടു ബി ഹിയർ? എന്തുകൊണ്ട് ഇവിടെ? മോനെ പറയടാ, നീ അല്ലേ എന്നെ കോണ്ടാക്ട് ചെയ്തോണ്ടിരുന്നേ? അല്ല, നീ അല്ലേ, നിന്നെ പോലെ ഇരിക്കുന്ന വേറൊരാളായിരുന്നു എന്നെ കോണ്ടാക്ട് ചെയ്തോണ്ടിരുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ? മോനെ, നീയൊക്കെ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങളൊക്കെ എന്തിനാ ഇത്? നിങ്ങൾ യുവജന പ്രസ്ഥാനമാണോ? അല്ല, പിന്നെ എന്തിനാ വന്നേ? കസേര തയ്ക്കാൻ വേണ്ടി പിടിച്ച് അകത്ത് കയറ്റി ഇരുത്തിയതാണോടാ? അല്ല, ഒരു താല്പര്യം കൊണ്ട് വന്നതാണോ? എന്ത് താല്പര്യമായിരുന്നു അത്? ക്ലാസ് ഉള്ള ദിവസമല്ല, വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണ്, അച്ഛൻ പറഞ്ഞ് ഇങ്ങോട്ട് പോരാൻ, അങ്ങനെ വന്നതാണോ? പിന്നെ എന്തിനാ വന്നേ? എൻ്റെ പൊന്നച്ഛ എന്നെ വെറുതെ ഇവിടെ അച്ഛന്നായിരിക്കും പറയുന്നത്. പറയടാ കുഞ്ഞെ, നീ നല്ല സുസ്മേര പതനായിട്ട് ഇരിപ്പുണ്ട് കുറച്ച് നേരമായിട്ട്. ഞാൻ വന്നപ്പോൾ തൊട്ട് അവനൊരു പുഞ്ചിരിയൊക്കെ എനിക്ക് തരുന്നുണ്ട്. അത് തന്നെ എനിക്കൊരു ആശ്വാസമാണ്. സന്തോഷത്തോടെ കേൾക്കാൻ മനസ്സോടെ ഇരിപ്പുണ്ട്. പറ, എന്തുകൊണ്ട് നീ ഇവിടെ വന്നു ഇന്ന്? അയ്യോ, അവൻ എനിക്കിട്ട് തള്ളി അച്ഛൻ്റെ ക്ലാസ് കേൾക്കാൻ വന്നതാണെന്ന്. എനിക്കിപ്പോൾ അതാകുമ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും ചോദിക്കത്തില്ലോ അല്ലേ? എടുക്കാൻ ഇരിക്കെ നമുക്ക്, ഞാൻ നിങ്ങളിവിടെ വന്നതിനെ മോശമായിട്ടല്ല, സന്തോഷത്തോടെ പറഞ്ഞത്. ഈ പ്രായത്തിൽ നിങ്ങളൊക്കെ ഇവിടെ വന്ന് ഇരിപ്പുണ്ടല്ലോ, ഈ പ്രായത്തിൽ ഇങ്ങനെ വന്ന് ഇരിപ്പുണ്ടല്ലോ. പക്ഷെ എൻ്റെ അത്ഭുതം, ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ മാത്രം അറ്റൻഷൻ സ്പാൻ നിങ്ങൾക്കുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. ഈ കാലത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ഫുൾ ഡേ ഇങ്ങനെ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് വന്നിരിക്കാനുള്ള അറ്റൻഷൻ സ്പാൻ ഉണ്ടല്ലോ. അത് വലിയ കാര്യം. അപ്രീഷിയേറ്റ് ചെയ്യുന്നു നിങ്ങളിവിടെ വന്നതിനെ ഓർത്ത്. കാരണം ഇവിടെ വരാതിരിക്കാൻ കാരണം ഉണ്ടായിരുന്നു ഇല്ല? നിങ്ങൾക്ക് ഇടയ്ക്ക് പ്രലോഭനം ഉണ്ടായില്ലേ? എന്നാ പിന്നെ പോകാതിരിക്കാം എന്നിട്ട് പ്രലോഭനം ഉണ്ടായില്ലേ? അതിനെ തോപ്പിച്ചിട്ടൊന്നും ഇരുന്നില്ലേ? ഇനിയിപ്പോൾ ഇന്ന് നിങ്ങൾ അധികം ഒന്നും കേട്ടില്ലേലും സാരമില്ല.
ഇവിടെ വന്നിരുന്നത് തന്നെ ഒരു തെളിവാണ് കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ നന്മ പൂർണ്ണമായിട്ട് മാറിപ്പോയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു മതിപ്പുണ്ടാകണം. നിങ്ങളിൽ എവിടെയോ ഒരു നന്മ പൂർണ്ണമായിട്ട് മാറിപ്പോകാതെ ഇപ്പോഴും അവശേഷിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഇടവകയിൽ വേറെയും പിള്ളേരുണ്ടായിരുന്നു, അവരെയും വിളിച്ചതാ പോകാന്ന് പറഞ്ഞ്. അവർക്കപ്പോൾ പോകാനൊരു കാര്യമോ കാരണമോ പോലും ഫീൽ ചെയ്തില്ല. നിങ്ങൾക്ക് എന്തോ ഒരു കാരണം ഉണ്ടായി ഇവിടെ വരാൻ. അത് നല്ലതാ. ശരിക്കും ഭയപ്പെടേണ്ടത് ഇനി ഒരു തലമുറയ്ക്ക് പള്ളിയിലേക്ക് വരാൻ കാരണമില്ലാതായി പോകുന്നൊരു കാലത്തെ ഭയപ്പെടണം. നിങ്ങൾ ഇത്രയും പേര് വന്നപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് ആശ്വാസം. ഈ പണിക്ക് ഇറങ്ങി നടക്കുന്നവർക്ക് ഇപ്പോഴും നിങ്ങളെ എന്തൊക്കെയോ ഇൻസ്പയർ ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങോട്ട് വരാൻ. അതാ ഈശോ പണ്ടേ പറഞ്ഞത്, എൻ്റെ പിതാവ് ആകർഷിക്കാതെ ആരും എൻ്റെ പക്കലേക്ക് വരുന്നില്ല. സിൻസ് യു ആർ അട്രാക്റ്റഡ് ടു ദിസ് പർട്ടിക്കുലർ പ്ലേസ്, ദാറ്റ് മീൻസ് കർത്താവാണ് അട്രാക്ഷൻ തന്നത്. അതിന് നന്ദി പറയാം. എന്തോന്ന് അപ്പോൾ കർത്താവിന് നന്ദി പറയണം ഇവിടെ ആയിരിക്കാൻ സഹായിച്ചതിന്. യെസ്, ഫൈൻ. ഹൂ ഈസ് എ ക്രിസ്ത്യൻ ആഫ്റ്റർ ഓൾ? ഹൂ ഈസ് എ ക്രിസ്ത്യൻ? ഈ ഷർട്ട് ഇട്ടിരിക്കുന്നവരാരാ? കമ്മിറ്റിക്കാരാണ്. കമ്മിറ്റിക്കാർ പറ. ഹൂ ഈസ് എ ക്രിസ്ത്യൻ ആഫ്റ്റർ ഓൾ? ഹൂ ഈസ് എ ക്രിസ്ത്യൻ? നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണോ? അത് സംഭവിച്ചോ? ക്രിസ്ത്യാനികളാണോ? ആണോ അല്ലയോ? അതെ. ഹൂ ഈസ് എ ക്രിസ്ത്യൻ? ഡിഫൈൻ ക്രിസ്ത്യാനിറ്റി. ഹൂ ഈസ് എ ക്രിസ്ത്യൻ ആഫ്റ്റർ ഓൾ? ആരാണ് ക്രിസ്ത്യാനി? ക്രിസ്തുവിന്റെ അനുയായി എന്നാണ്. ഇത് പണ്ടേ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സാധനം അല്ലേ? പണ്ട് തൊട്ടേ എന്തോരം എഴുതി വെച്ചതാ. ക്രിസ്ത്യാനി ഈസ് ഈക്വൽ ടു ക്രിസ്തുവിന്റെ അനുയായി. ക്രിസ്ത്യാനി ഈസ് ഈക്വൽ ടു ക്രിസ്തുവിന്റെ അനുയായി. ഗുഡ്. ക്രിസ്തു ഒരാള് അനുയായി എന്ന് വെച്ചാൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് കുറച്ചുകൂടെ മനസ്സിലാകുന്ന. അനുയായിയൊക്കെ നമ്മുടെ ക്ലീഷേ വാക്കുകളാണ്. നമുക്കും ഉണ്ട് കേട്ടോ. ഓർത്തഡോക്സ് സഭയിലും ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് കുറെ ജാർഗൺസ് ഉണ്ട്. ഞാൻ ഈയിടെ ഒരു അച്ഛന്മാരുടെ ഗ്രൂപ്പിന് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അച്ഛന്മാരോട് പറഞ്ഞ കുറച്ച് പോയിന്റ്സിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഗെറ്റ് ഔട്ട് ഓഫ് ദോസ് ജാർഗൺസ്. ജാർഗൺസ് എന്ന് വെച്ചാൽ എന്താ? ഒരു പ്രത്യേക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഭാഷയ്ക്ക് പറയുന്ന പേരാണ് ജാർഗൺ. ഉദാഹരണത്തിന് IT മേഖലയ്ക്ക് ജാർഗൺസ് ഉണ്ട്. ജാർഗൺസ്. ഇപ്പോൾ കോടതി ഭാഷ, ചില വാക്കുകൾ കോടതിക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് അതിന് പറയുന്ന പേരാണ് ജാർഗൺസ്. അല്ലെങ്കിൽ ഈ ആധാരമൊക്കെ ഉണ്ടെന്നറിയാം, അതിന് പ്രത്യേക ചില വാക്കുകളുണ്ട്, വേറെ ആർക്കും അത് മനസ്സിലാകുകയില്ല. അതിൻ്റെ പേരാണ് ജാർഗൺസ്. അതുപോലെ നമ്മുടെ ക്രിസ്ത്യൻ സർക്കിളിലും എന്തുണ്ട്? ജാർഗൺസ് ഉണ്ട്. അതായത് നമ്മൾ ക്രിസ്ത്യൻ സ്പേസിൽ മാത്രം ഉപയോഗിച്ച ചില വാക്കുകളുണ്ട്, ചില ഭാഷാ പ്രയോഗങ്ങളുണ്ട്. അതിന് പുറത്തോട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുമോ? ഇപ്പം നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ ഇപ്പം ഈ നമ്മൾ പറയും ക്രിസ്തുവിൻ്റെ പാതയിൽ അല്ലേ? എപ്പോഴും പറയുന്ന വാക്കല്ലേ? എന്താ വാക്ക്? ക്രിസ്തുവിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നവർ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ജാർഗൺ കണ്ടുപിടിക്കാമോ നിങ്ങൾക്ക്? നമ്മൾ ക്രിസ്ത്യൻ ജാർഗൺ ഏതാ? ക്രിസ്തു ജാർഗൺ അല്ല, എല്ലാ കാലത്തെയും ക്ലാസിക്കലാണ്. വേറെ ജാർഗൺ പാത. നിങ്ങൾ ജീവിതത്തിൽ വേറെ എവിടെങ്കിലും പാത എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരോടും ചോദിച്ചിട്ടുണ്ടോ വീട്ടിലേക്കുള്ള പാത എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താ? വഴി. എന്നാൽ ക്രിസ്തീയ സംസാരത്തിൽ വരുമ്പോൾ ഏത് വാക്കിലേക്ക് മാറും അത്? പാത. അതാണ് ജാർഗൺസ്. അത്തരം ചില അപ്പൊ എന്ത് പറ്റുമെന്ന് അറിയാമോ? നമ്മൾ ഇതെല്ലാം ഒരു വേർഡ് പ്ലേ ആക്കി മാറ്റിക്കളയും, വാക്കുകളുടെ കളിയാക്കി മാറ്റും. ഇത് തിരിച്ചും മറിച്ചുമൊക്കെ ഇടും. ക്രിസ്തുവിന്റെ അനുയായി. യു ആർ റൈറ്റ്. പേരെന്താണ്? റോബിൻ. ക്രിസ്തുവിന്റെ അനുയായി. ക്രിസ്തുവിന്റെ അനുയായി എന്ന് പറഞ്ഞാൽ കുറെ കൂടെ സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം. സെയിം സാധനം തന്നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. ക്രിസ്തുവിന്റെ അനുയായി ഈസ് ഈക്വൽ ടു ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ ആ രീതിയിലൊക്കെ ആയിത്തീരുക എന്നുള്ള ഒരു ഡെറിവേഷൻ. എങ്ങും നിൽക്കുന്നില്ല, സാധനം ഇടിച്ച് നിൽക്കുന്നു പോവാണ്ടോ? പിന്നെ ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ അങ്ങനൊക്കെ. ആമ്പിള്ളേർ ആരെങ്കിലും ഒക്കെ മിണ്ടാവോടാ? ആരെങ്കിലും? ഇവന് ആമ്പിള്ളേരാണല്ലോ, സോറി, നിന്നെ അപമാനിച്ചാണ് കൈപ്പോയി അല്ലേ? അവനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനി ആമ്പിള്ളേർ ആരെങ്കിലും മിണ്ടാവെന്ന് ചോദിച്ചാൽ മോശമല്ല. അത് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഭാഗത്തിരിക്കുന്നവരെ ഉദ്ദേശിച്ചത്. ക്രിസ്തുവിന്റെ അനുയായി. കറക്റ്റ്. ക്രിസ്ത്യാനി ഈക്വൽ ടു ക്രിസ്തുവിന്റെ അനുയായി. സിമ്പിളായിട്ട് അല്പം കൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയാൻ പറ്റുമോ? See, it is easy to make things complicated. സിംപ്ലിഫൈ ചെയ്യാനാണ് ഭയങ്കര പാട്. സിമ്പിൾ ആക്കിക്കേ. ക്രിസ്തുവിന്റെ അനുയായി കുറച്ചുകൂടെ സിമ്പിൾ ആക്കിക്കേ. ക്രിസ്തുവിന്റെ അനുയായി ആര് പറയുമെന്ന് നോക്കട്ടെ. ശരി ഉത്തരം പറയുന്നവർക്ക് അച്ഛന്മാര് സമ്മാനം തരും. ക്രിസ്തുവിന്റെ അനുയായി. മോനെ പറയടാ. മിടുക്കൻ കൊള്ളാം. കുഞ്ഞുങ്ങൾ നീ വന്നേ കൊച്ചേ. ഇവനൊക്കെയാണ് ഒരു പ്രതീക്ഷ. അതായത് ഇത്രയും നേരം ഞാൻ ഇവിടെ കിടന്ന് വായിട്ടലച്ചിട്ട് സ്വന്തം ഇഷ്ടത്തിലൊരു കാര്യം പറയാൻ തീരുമാനമെടുത്ത് എഴുന്നേറ്റ് വന്ന ആദ്യത്തെ കുഞ്ഞാ ഇത്. നിന്റെ പേരെന്താടാ? നോബിനൊരു നല്ല കൈഡി കൊടുത്തേ ചേട്ടന്മാരും ചേച്ചിമാരും കൂടെ. മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
7ാം ക്ലാസ്സിൽ. ഈ ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ ഗ്രാജുവേറ്റ്സ് ഒക്കെ അല്ലേ ഇരിക്കുന്നത് അല്ലേ? ഇവന് 7ാം ക്ലാസ്സിൽ നോബിനെ ആദ്യം ഇവരെ നോക്കിയിട്ടൊരു കാര്യം ചോദിച്ചു മൈക്കിൽ കൂടെ, നാണം ഇല്ലെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചേക്കാൾ സ്ട്രെസ് കൊടുത്താവും ചോദിച്ചത്. യെസ്, പറ. ക്രിസ്തുവിന്റെ അനുയായി ഈസ് ഈക്വൽ ടു എന്താ? ക്രിസ്തുവിന്റെ മക്കൾ. അല്പം കടുത്തുപോയി, എന്നാലും സാരമില്ല. ക്രിസ്തുവിന്റെ അനുയായി ഈസ് ഈക്വൽ ടു ക്രിസ്തുവിന്റെ മക്കൾ. മിടുക്കൻ. നോബിന് താങ്ക് യു. ഇനിയും ക്രിസ്തുവിന്റെ അനുയായി ഈസ് ഈക്വൽ ടു ക്രിസ്തുവിന്റെ അനുയായി. അതിനെ തന്നെ സിമ്പിൾ ആക്കുക. അമ്മമാർക്ക് ഒരു ആഗ്രഹം ഉണ്ടോ? വല്ലതും പറയണമെന്നൊരു ആഗ്രഹം തോന്നുന്നുണ്ടോ? ക്രിസ്തുവിന്റെ അനുയായി ഈസ് ഈക്വൽ ടു എന്ത്? എവിടുന്നെങ്കിലും രക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ടോ? കൊയറംഗങ്ങൾ എന്തിയേ? നേരത്തെ പോയി പാത്തിരിക്കാൻ പോയവര്. ക്രിസ്തുവിന്റെ അനുയായി ഈസ് ഈക്വൽ ടു എന്ത് പറഞ്ഞു? തോന്നുന്നു പറ. തോന്നുന്നൊക്കെ വിളിച്ചു പറ മക്കളെ, തെറ്റിപ്പോട്ടെ. ക്രിസ്തു മതം മാമോദീസ വെള്ളം തലയിൽ വീണതങ്ങള്, അതാണ്. അവള് വളരെ അങ്ങ് അതിനെ പ്രാക്ടിക്കലാക്കി. വലിയ സംഭവം ഒന്നും വേണ്ട. മാമോദീസ മുങ്ങിയതിന്റെ പേരാണ് ക്രിസ്ത്യാനി. വിടുകി. എന്നാലും ക്രിസ്തുവിന്റെ അനുയായി, അതിന്റെ സിംപ്ലിഫിക്കേഷൻ എനിക്ക് വേണ്ടത്. ഇങ്ങനെ മനസ്സിലാക്കിക്കോ, ഇതൊന്നും മനസ്സിലാക്കിക്കേ. ക്രിസ്തുവിന്റെ അനുയായി എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ പാത പിന്തുടരുന്നവർ. പിന്നെ അതിലോട്ട് പോവുക. ക്രിസ്തുവിന്റെ അനുയായി, ക്രിസ്തുവിന്റെ പാത വിട, ക്രിസ്തുവിന്റെ പുറകെ നടക്കുന്നവർ. അങ്ങനെ പറഞ്ഞേ, നമുക്ക് സിമ്പിൾ ആക്കി കൊണ്ടുവരാം. ക്രിസ്തുവിന്റെ പുറകെ. ഇപ്പൊ ഇത്രയും കിട്ടി. റിവിഷൻ നടത്തിക്കുക. എനിക്ക് റിവിഷൻ ഒബ്സഷൻ ഉണ്ട്. എൻ്റെ OCDയുടെ ഭാഗമാണ് റിവിഷൻ. ഇത് എൻ്റെ ഇങ്ങനെ OCD എനിക്ക് റിവിഷൻ. അങ്ങനെ ഇങ്ങനെ പിന്നെയും പറയിപ്പിക്കും. എന്ന് റിവിഷൻ നടത്തിക്കുക എൻ്റെ കൂടെ. നമ്മളൊക്കെ ആരാണ്? വേഗം പറ. അത്രയും പോകണ്ട. നമ്മൾ ആദ്യം തൊട്ട് നമ്മളൊക്കെ ആരാണ്? ക്രിസ്ത്യാനികൾ. പറ, നമ്മളൊക്കെ ആരാണ്? ഒരുമിച്ച് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു എളിമപ്പെടലെങ്കിലും നടക്കുമല്ലോ, കൂട്ടത്തിൽ പഠിക്കുകയും ചെയ്യുമല്ലോ. ഒരുമിച്ച് പറഞ്ഞു. നമ്മളൊക്കെ ആരാണ്? ക്രിസ്ത്യാനി ഈസ് ഈക്വൽ ടു ക്രിസ്തുവിന്റെ അനുയായികൾ. നേരത്തെ പറഞ്ഞത് ക്രിസ്ത്യാനി ഈസ് ഈക്വൽ ടു ക്രിസ്തുവിന്റെ. നമുക്കൊരു ഫ്ലോ ചാർട്ട് പോലെ പഠിക്കാം. അതിനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ അനുയായികൾ. ക്രിസ്തുവിന്റെ അനുയായി ഈസ് ഈക്വൽ ടു ക്രിസ്തുവിന്റെ പാത. പിന്നെ അതിലോട്ട് പോകുന്ന കണ്ടോ? ക്രിസ്തുവിന്റെ പുറകെ നടക്കുന്നവർ. അങ്ങനെ ആക്കിക്കുക. അതാകുമ്പോൾ ആർക്കും മനസ്സിലാകുന്ന ഭാഷയായില്ലേ? ക്രിസ്തുവിന്റെ പുറകെ നടക്കുന്നവർ. ഇനിയാണ് ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ. ഇതിന്റെ ഉത്തരം പറയുന്ന ആളെ ഇവിടെ, ഇത് ഏത് ചെങ്ങന്നൂർ ഭദ്രാസനം അല്ലേ? ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാനത്തിലെ ജീനിയസ് ആയിട്ട് പ്രഖ്യാപിക്കാം. അപ്പൊ നിങ്ങൾ ഓർത്തേക്കരുത് എന്തോ വലിയ ചോദ്യമാണ്. അല്ല, ചോദിക്കാവുന്നതിൽ ഏറ്റവും സിമ്പിൾ ചോദ്യമാണ്. സിമ്പിളായിട്ട് ഉത്തരം പറയുന്നവരെ വേണം. അതിനു വേണ്ടിയിട്ടാണ്. നമ്മളൊരാളുടെ പുറകെ നടക്കണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ട കാര്യം എന്താ? ആലോചിച്ചിട്ട് കൈപൊക്ക. നിങ്ങൾ അങ്ങനെയൊക്കെ, നിങ്ങളെ ഇങ്ങനെ ഈ ഭക്ത സംഘടനയുടെ ഒക്കെ ഭാഗമാണെന്ന് വിചാരിക്കാതെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്ക്. 2 കാലം നിൽക്കുന്ന യുവജനങ്ങളെ വേണം. സ്വന്തം ഒപ്പീനിയൻ പറയുന്നവരെ നമുക്ക് വേണം. സഭയ്ക്ക് അവരെ ആവശ്യമുണ്ട്. നമ്മളൊരാളുടെ പുറകെ നടക്കണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ട കാര്യം എന്താണ്? എഴുന്നേറ്റ് നിന്നിട്ട് സിമ്പിളായിട്ട് പറഞ്ഞോ. യെസ്, എഴുന്നേക്ക്. മിടുക്കി, എഴുന്നേക്ക്. നമുക്ക് ദൈവത്തോട് ഒരു ഇഷ്ടം തോന്നണം. ദൈവത്തെ വിട്. നമ്മൾ ഒരാളുടെ പുറകെ നടക്കണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ട കാര്യം എന്താ? ഇവിടെ ഈ 2 പേരും കൂടി ഇരുന്നൊരു വലിയ സാധനം പറഞ്ഞു. ഞാൻ ആ ലെവൽ ഉദ്ദേശിച്ചില്ലായിരുന്നു. അത്രയും സിമ്പിൾ ആക്കാൻ ഉദ്ദേശിച്ചില്ല. ഇവര് വേറെ ലെവലാണ്. ഇവർക്കൊരു കയ്യടിയെ കൊടുക്കണം. ഇത് എവിടെ നിന്ന് ഈ മൈക്ക് അവിടെ പോയതുകൊണ്ടല്ലേ ഈ കൊടുങ്കാറ്റിന്റെ ഫീല്. മൈക്കിങ് മേടിച്ചു. ഇവർ പറയുകയാണേ, നമ്മുടെ ഒരാളുടെ പുറകെ നടക്കണമെങ്കിൽ ആദ്യം മുമ്പേ ഒരാൾ നടക്കണമെന്ന്. കറക്റ്റ് അല്ലേ? നമ്മൾ മുമ്പേ നടക്കുന്നയാൾ പോട്ടെ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള. നമ്മുടെ ഒരാളുടെ പുറകെ നടക്കണമെങ്കിൽ, ശരിയാ നിങ്ങൾ പറഞ്ഞതിനകത്ത് സെൻസ് ഉണ്ട്. മുമ്പേ ഒരാൾ നടന്നാലാണ് പുറകെ നടക്കാൻ സാധ്യതയുള്ളത്. പക്ഷെ മുമ്പേ ഉണ്ട്. ഇനി പറ, നമ്മുടെ ഒരാളുടെ പുറകെ നടക്കാൻ സംഭവിക്കണം. നീ എന്താ പറഞ്ഞു വന്നേ? ഇഷ്ടം ഉണ്ടാകണം. മുമ്പേ നടക്കുന്നയാളോട് ഇഷ്ടം. നീ വേറൊന്നും ചിന്തിച്ച് പറഞ്ഞതല്ലോ അല്ലേ? നമ്മുടെ ആരെങ്കിലും പുറകെ നടക്കണമെങ്കിൽ മുമ്പേ നടക്കുന്നയാളോട് ഇഷ്ടം ഉണ്ടാകണം. പിന്നെ വേറെ, മുമ്പേ നടക്കുന്നയാള് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം. ആൾക്ക് എന്തെങ്കിലും ഒരു യുണീക്ക്നെസ്, നമ്മുടെ ആശയങ്ങളെ നിറയ്ക്കുന്ന ഒരാളായിരിക്കണം. ഈ അച്ഛന് നിങ്ങളൊരു കയ്യടി തന്നെ ആദ്യം കൊടുത്തേ. അതിന് കാര്യം ഞാൻ പറയാം. ഒരു കയ്യടി. കാരണം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട ഒന്ന് എളിമയാണ്. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഇപ്പൊ നിങ്ങളെ പോലെയുള്ള ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇത്രയും മുതിർന്ന ഒരു അച്ഛൻ ഇത് പറയണമെങ്കിൽ, അച്ഛനൊരു ഒപ്പീനിയൻ പറയണമെങ്കിൽ എന്തോ ഒരു എളിമയുണ്ടെങ്കിൽ അച്ഛനത് പറയാൻ പറ്റുന്നത്. ശരിക്കും ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു കൈയ്യടിയും കൂടെ കൊടുക്കും അച്ഛന്. അപ്പൊ അച്ഛൻ പറഞ്ഞത്, നമ്മുടെ ഒരാളുടെ പുറകെ നടക്കണമെങ്കിൽ മുമ്പേ നടക്കുന്നയാള് നമ്മളെ ഇൻസ്പയർ ചെയ്യണം, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമ്മളെ നിറയ്ക്കണം, ജ്വലിപ്പിക്കണം. അച്ഛൻ പറഞ്ഞൊരു ചിന്ത നല്ലത്. പിന്നെ വേറെ, അച്ഛൻ പറഞ്ഞത് ഉദാത്തമായ ചിന്തയാണ്. എനിക്ക് അല്പം കൂടെ വേണ്ടത് സിമ്പിളാണ്. ഞാൻ അല്പം കൂടെ ലോ ലെവലാന്ന് വിചാരിച്ചേ. നമ്മുടെ ഒരാളുടെ പുറകെ നടക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്നെ കൂവും, പൊട്ടൻ
ഇതാണോ ഇത്ര വലിയ സംഭവമായിട്ട് വിചാരിച്ചിരിക്കുന്നത് വിചാരിക്കും. അത്രയും സിമ്പിൾ അത്, അത്രയും സിമ്പിൾ അത്. ആദ്യം സംഭവിക്കേണ്ട കാര്യം, വേറെ ഒപ്പീനിയൻ വരട്ടെ, ഇഷ്ടപ്പെടണം, മുമ്പേ നടക്കുന്നയാൾ നമ്മളെ ഇൻസ്പയർ ചെയ്യണം. ഇനി പുള്ളിക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാകണം, മുമ്പേ നടക്കുന്നയാൾക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാകണം. പിന്നെ ഇങ്ങ് വാ, ഈ ടൈപ്പ് പിള്ളേരെയൊക്കെ അച്ഛാ ഇതുങ്ങളൊക്കെ പിടിച്ച് യുവന പ്രസ്ഥാനത്തിൽ ചേർക്ക് അല്ലേ, സൂപ്പർ പിള്ളേര്. ഓന്റെ പേരെന്താ? ഏബൽ മാത്യു. ഏബൽ അല്ലേ? ഏബൽ പറ. നമ്മൾ അവരുടെ കൂടെ തന്നെ നമ്മളും നടക്കണം. പിന്നെ അവർ നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അവർ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. നമ്മുടെ ഒരാളുടെ പുറകെ നടക്കണമെങ്കിൽ നമ്മൾ അവരുടെ കൂടെ കാണണം, അവർ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കൊള്ളാം, ഒരു ലോജിക് ഉണ്ട് അതിനകത്ത്. ഒരു കൈയടി കൊടുക്കാം. മിടുക്കൻ. യെസ്. ഇനി രക്ഷയുണ്ടോ ആരെങ്കിലും? എന്നെ പോലെ അത്രയും നിലവാരം ചിന്തിക്കുന്ന ആരിലുണ്ടെന്ന് എനിക്ക് അറിയേണ്ടത്. നമ്മുടെ ഒരാളുടെ പുറകെ നടക്കണമെങ്കിൽ ഉണ്ട്, അവിടെ ഉണ്ട്. വിശ്വസിക്കണം. മുമ്പേ നടക്കുന്നയാളെ അയാൾ നമ്മളെ കൊണ്ടുപോയി കുഴി ചാടിക്കില്ല എന്നും അയാളുടെ കഴിവുകളിലുമൊക്കെ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. കൊള്ളാം. പിന്നെ അടുത്തോട്ട് വരുന്നുണ്ട്, സിമ്പിളായി ഇനിയും വരട്ടെ, ഇനിയും സിമ്പിൾ ആകട്ടെ. എന്തോ ചേച്ചി അമ്മമാരൊക്കെ പറ, നമ്മുടെ ഒരാളുടെ പുറകെ നടക്കണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ട കാര്യം എന്താ? നമുക്ക് ക്ഷമ വേണം അല്ലേ? ഇയാളുടെ പുറകെ നടക്കണമെങ്കിൽ നമുക്ക് നല്ല ക്ഷമ വേണം. പിന്നെ അയാൾ നമുക്കൊരു മാതൃകയായിരിക്കണം അല്ലേ? അതൊരു മോഡൽ ലൈഫ് ആയിരിക്കണം അയാളുടേത്. പിന്നെ ആകർഷണം ഉണ്ടാകണം. ആർക്ക്? പുള്ളിക്ക്. നമുക്ക് ആകർഷണം വേണോ? പുള്ളിയുടെ പുറകിലല്ലേ? അപ്പൊ പുള്ളിയോട് നമുക്കൊരു ആകർഷണം, ഒരു അട്രാക്ഷൻ. ചേട്ടൻ വേറെ മൂഡിലാന്ന് തോന്നുന്നല്ലോ അല്ല, ഈ കോണ്ടാക്ട് തന്നെയാ അല്ലേ? ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യണം അല്ലേ? എന്നല്ലേ നമുക്ക് അങ്ങ് നടക്കാൻ തോന്നത്തുള്ളൂ. ഗുഡ്, മിടുക്കൻ. പിന്നെ വേറെ ഇതെല്ലാം ശരിയാട്ടോ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി. എന്നാലും ഞാൻ സിമ്പിൾ ആക്കട്ടെ കുറച്ചുകൂടെ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിരിക്കരുത്, എന്നെ കളിയാക്കരുത്. നമ്മളൊരാളുടെ പുറകെ നടക്കണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ട കാര്യം നമ്മൾ അയാളെ കാണണം. ശരിക്കും കുറച്ചുകൂടെ സിമ്പിളാക്കി വന്നേ. കാണാത്തൊരാളെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? കാണാത്ത ഒരാളെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കും? കാണാത്ത ഒരാളിൽ നിന്ന് എങ്ങനെ ഇൻസ്പിറേഷൻ സ്വീകരിക്കും നിങ്ങൾ? അപ്പൊ ആദ്യം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ഐ ഹാവ് സീൻ ഹിം വെൽ. ഞാൻ അവനെ കണ്ടു. അപ്പൊ ഇനി റീഡിഫൈൻ ചെയ്തേ. ക്രിസ്ത്യാനി ഈസ് ഈക്വൽ ടു ആര്? ക്രിസ്ത്യാനി ഈസ് ഈക്വൽ ടു റീഡിഫൈൻ ചെയ്യേ. ക്രിസ്ത്യാനി ഈസ് ഈക്വൽ ടു പുനർനിർവചനം നടത്തിക്കേ. ക്രിസ്ത്യാനി ഈസ് ഈക്വൽ ടു ക്രിസ്തുവിനെ, ബാക്കി ക്രിസ്തുവിനെ കാണുന്നവർ, ക്രിസ്തുവിനെ കണ്ടവർ, ക്രിസ്തുവിനെ കാണുന്നവരാണ് ക്രിസ്ത്യാനികൾ. ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? നമ്മൾ പറഞ്ഞൊരു സാധനത്തിന് നമ്മളിങ്ങനെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. ഇത്രയും സാധനം ഉണ്ടല്ലോ, ഇതുവരെ പറഞ്ഞ ഒരു ഓർഡർ ക്രിസ്ത്യാനി തൊട്ട് പറഞ്ഞു വന്നില്ലേ? അത്രയും സാധനം ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്ന, എഴുന്നേറ്റ് നിന്നിട്ട് അത്രയും സാധനം മാത്രം പറയാൻ പറ്റുന്ന ഒരാള് ആര് ശ്രമിക്കും ഈ കൂട്ടത്തിൽ? നിങ്ങൾ ഓർത്തേക്കരുത്, ഈ മനുഷ്യനൊരു, ഞങ്ങൾക്ക് നാണമില്ലെങ്കിലും ഈ മനുഷ്യനൊരു നാണം വേണ്ടേ? പിന്നെയും അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഈ എഫേർട്ട്, അതിൻ്റെ ഫ്രൂട്ട് കാണുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യം പറയാൻ നിങ്ങൾ പ്രാപ്തരാകുമ്പോഴാണ്. അല്ലെങ്കിൽ എല്ലാ കാലവും ഞാൻ പ്രസംഗകനും നിങ്ങൾ ശ്രോതാക്കളുമാകും. പ്രസംഗകൻ മാഞ്ഞു പോവുകയും ശ്രോതാവ് പ്രസംഗകനാകുകയും വേണം. അപ്പോഴാണ് വിശ്വാസ കൈമാറ്റം നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ സാധനം ഒരു ഓർഡറിലാണ് പറഞ്ഞത്, ഒരു സീക്വൻസ് ഉണ്ട്. അത്രയും സാധനം മാത്രം ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാള് ചെങ്ങന്നൂർ ഓർത്തഡോക്സ് ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാനത്തിനിടയിൽ ഉണ്ടെങ്കിൽ അതല്ല ഈ പ്രസ്ഥാനത്തിൽ സഭയ്ക്കുള്ള പ്രതീക്ഷ. നിങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്ന ഒരു മാതൃക ആർക്ക് പറയാൻ പറ്റും? ചലഞ്ച്. നാണക്കേടാണ്. ഞാൻ എവിടൊക്കെ പോയി ക്ലാസ് എടുക്കുന്നതെന്നറിയാവോ? ഞാൻ അവിടെയൊക്കെ പോയി പറയും, ഞാൻ ആ കൊല്ലത്തുനിന്ന്, ഞാൻ ഇന്നലെ തൊട്ട് കൊല്ലത്താണ്, കൊല്ലത്തൊരു സ്ഥലത്ത് ഇന്നലെ തൊട്ട് കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുക. കൊല്ലത്തുനിന്ന് അത്യാവശ്യപ്പെട്ട് രാവിലെ എഴുന്നേറ്റ് ഓടി ഇവിടം വരെ വന്ന് ഇനി ഉച്ചയ്ക്ക് ഇത് തീർത്ത് തിരിച്ച് കൊല്ലത്ത് എന്ന് വൈകുന്നേരത്തെ സായാഹ്ന കൺവെൻഷൻ നടത്താൻ വേണ്ടി ഓടുക. അപ്പോൾ അതിനിടയ്ക്ക് ഓടി വന്നിട്ട് എൻ്റെ കർത്താവേ വെറുതെ ആയി പോയല്ലോ എന്ന് തോന്നിപ്പോകരുതല്ലോ. അതുകൊണ്ടാണ്. ആർക്ക് പറയാം ഈ ഇത്രയും സാധനം റീപ്രൊഡ്യൂസ് ചെയ്യാൻ? ഈ മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നത് തന്നെ നിന്നെ കൈ ചൂണ്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മോൾ ഇങ്ങോട്ട് വന്നേ, ആ ഫാൻറ്റം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ, ഇവിടെ വന്നിരുന്നു പറഞ്ഞേ. യെസ്, പറ. നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ് അല്ലെ? നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ്. പിന്നെ ക്രിസ്തുവിന്റെ അനുയായിയാണ്.
ക്രിസ്തുവിന്റെ പുറകെ നടക്കുന്നവൻ. ക്രിസ്തുവിന്റെ അനുയായി ഈസ് ഈക്വൽ ടു, അഗൈൻ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുന്നു, ക്രിസ്തുവിന്റെ പുറകെ നടക്കുന്നവരാണ്. പിന്നെ എന്നിട്ട് അവസാനം നമ്മൾ എന്ത് ഡിറൈവ് ചെയ്തു? ക്രിസ്തുവിനെ കാണുന്നവൻ. ക്രിസ്തുവിന്റെ പുറകെ ഓരോന്ന് കണക്ട് ചെയ്ത് പറ. ക്രിസ്തുവിന്റെ പുറകെ നടക്കണമെങ്കിൽ നമ്മൾ ആദ്യം അവനെ കാണണം. ക്രിസ്തുവിനെ കണ്ടവരാകണം. ക്രിസ്തുവിനെ കണ്ടവരാകണം ക്രിസ്ത്യാനി. ഇനിയാണ് ശരിക്കും നമ്മൾ ഇവിടെ ഇരുന്നോ, ഇടയ്ക്കിടയ്ക്ക് ഉത്തരം പറയേണ്ടി വരും. ഈ പ്രായത്തിനിടയ്ക്ക് ഒരു യുവജന പ്രസ്ഥാനം ഒരു 16 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ ഇല്ലായിരിക്കുമോ യുവജന പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ അല്ലേ? ഈ പ്രായത്തിനിടയ്ക്ക് ഈശോ തമ്പുരാനെ കണ്ടിട്ടുള്ളവര് ഈശോയെ കണ്ടിട്ടുള്ളവര് കൈ പൊക്കിക്കുക. ഞാൻ ചോദിക്കുകയും ചെയ്യും. കൈ പൊക്കിയില്ലെങ്കിൽ അതോടുകൂടി ക്യാമറ ഇങ്ങോട്ട് തിരിക്കാൻ ഞാൻ പറയും. നമുക്ക് എന്തൊരു നാണക്കേടായിരിക്കും. ഈശോയെ കണ്ടിട്ടുണ്ടോ? അതാ എൻ്റെ ചോദ്യം. നിങ്ങൾ ഈശോയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാ. കണ്ടിട്ടുണ്ടോ? ഈശോയെ കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല അല്ലേ? പിള്ളേർ നിഷ്കളങ്കമായിട്ട് പറഞ്ഞു കളഞ്ഞു. എൻ്റെ പൊന്നച്ച ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കേൾക്കാൻ ഞങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? കണ്ടിട്ടില്ല. പിന്നെ ഈശോയെ കണ്ടിട്ടുണ്ടോ? വേഗം പറ, ഈശോയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ കൈപൊക്ക്. എൻ്റെ പൊന്നച്ച ഞാൻ ഈശോയെ കണ്ടിട്ടുണ്ടേ എന്ന് കൈപൊക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ കൈപൊക്ക്. ഒരമ്മച്ചി അവിടെ പുറകെ ഇരുന്ന് കൈപൊക്കുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. യുവജന പ്രസ്ഥാനത്തിന്റെ പരിപാടി ആയതുകൊണ്ട് നിങ്ങൾക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ഈശോയെ കണ്ടിട്ടുണ്ടെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഉണ്ടെങ്കിൽ കൈപൊക്ക്. കണ്ടിട്ടുണ്ട്, ഈശോയെ കണ്ടിട്ടുണ്ട്. ഒരാൾ കൈപൊക്കിയിട്ടുണ്ട്. പിന്നെ ഇനിയും യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമാണോ? 2 പേര് കൈപൊക്കി. അച്ഛന്മാരുടെയൊക്കെ നെഞ്ചിടിപ്പ് എനിക്ക് ഇവിടെ കേൾക്കാം കേട്ടോ. അച്ഛന്മാർ ഓർക്കും, ദൈവമേ 12 വർഷം സൺഡേ സ്കൂൾ കാറ്റക്കിസം യുവജന പ്രസ്ഥാനം ശരിക്കും ഉണ്ടല്ലോ. നമ്മൾ ഇന്ന് ക്രിസ്ത്യാനികള് നമ്മൾ വല്ലാണ്ട് പാനിക്കാകുകയാണ്. ആരൊക്കെയോ നമ്മളെ തകർക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ, നമുക്ക് ശത്രുക്കൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശരിക്കും ഒരു കാര്യം മനസ്സിലായില്ലേ? ഒരു ശത്രുവും വേണ്ട നമ്മളെ തകർക്കാൻ. 5 മിനിറ്റ് ഒരാൾ നിന്ന് ചോദ്യം ചോദിച്ചാൽ മതി, നമ്മൾ തകർന്നു പോകും. അവിടെയാണ് നിങ്ങൾ പറഞ്ഞ ആരാധനാ പഠനം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോ കത്തോലിക്ക സഭയാണോ ഓർത്തഡോക്സ് ആണോ എന്നൊന്നും വ്യത്യാസമൊന്നുമില്ല. നമ്മൾ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന മേഖല പഠനമാണ്. ഒരു വശത്ത് ആരാധന നടക്കുന്നുണ്ട്, ഇപ്പുറത്ത് കുറച്ചുകൂടെ കഞ്ഞികൊടുപ്പ് നടക്കുന്നുണ്ട്, സേവനം നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു പഠനമുണ്ട്. ആ പഠനം മിസ്സായതോടുകൂടി നമ്മുടെ കോൺഫിഡൻസേ പോയിക്കൊണ്ടിരിക്കുക. ഒരാളുടെ മുമ്പിൽ നിൽക്കാൻ ആവതില്ലാത്ത വിധം നമ്മൾ കിതച്ചുകൊണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും പറഞ്ഞു കൊടുക്കാനും ഒന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പഠനം ആവശ്യമാണ്. ഈശോയെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്ക്. 2 പേര് കൈപൊക്കി. 3 4 കൈപൊക്കിയവര് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കരുത്. ഇത് കഴിയുമ്പോൾ ഞാൻ വരുവേ, എന്നാ എവിടെ വെച്ചാ കണ്ടതെന്നൊക്കെ ചോദിക്കൂ കേട്ടോ. റെഡി ആയിട്ട് ഇരുന്നോണം. ഈശോയെ കണ്ടിട്ടുണ്ട്. യെസ്, 5 പേരാണ് കൈ. ബാക്കിയുള്ളവര് ഈശോയെ കണ്ടിട്ടില്ല. എൻ്റെ അച്ഛ ക്രിസ്ത്യാനിയാ, മോശമൊന്നും അല്ല അച്ഛ. ഞാൻ നല്ല കുടുംബത്തിലൊക്കെ ജനിച്ച് ഈ പരിശീലനം കിട്ടിയതുകൊണ്ട് ക്രിസ്തീയ ജീവിതമൊക്കെ ജീവിക്കുന്നുണ്ട്. പക്ഷെ സത്യസന്ധമായിട്ട് പറയാമല്ലോ അച്ഛോ, ഞാൻ ഈശോയെ കണ്ടിട്ടില്ല എന്ന് സമ്മതിക്കാൻ മാത്രം എളിമയും സത്യസന്ധതയുമുള്ള എല്ലാ കുഞ്ഞുങ്ങളും കൈപൊക്കിക്കേ. ഈശോയെ കണ്ടിട്ടില്ല എന്ന് സമ്മതിക്കാൻ. ബാക്കിയുള്ളവർ ഏതിനകത്തിരിക്കുക? ഇനിയും വേറെ കുറെ പേര് ഇതൊന്നും ബാധിക്കുന്ന കൂടിയില്ല. 3ാമത്തെ ക്വസ്റ്റ്യൻ പോരട്ടെ, ഞങ്ങൾ അതിന് പരിഗണിക്കാൻ കൈപൊക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞാണ്. അതാണ് ഈ ആമ്പിള്ളാരുടെ ശുദ്ധത. കണ്ടോ, ആമ്പിള്ളാരുടെ ഗുണം അതാണ്. ഭയങ്കര നിഷ്കളങ്കര. ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ, വരുന്നിടത്ത് വെച്ച് കാണാം. കണ്ടിട്ടില്ല. അവർ പിന്നെ മുന്നും പിന്നും നോക്കുകയില്ല. നല്ല കുഞ്ഞുങ്ങൾ, അവർ വളരെ ജെന്യുവിനായിരുന്നു. പെൺകുട്ടികളെ നിങ്ങൾ പറ, നീ മോളെ ഇതിനകത്താ? കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടില്ലേ? ഇല്ല. പിന്നെ ഇതിനകത്താ പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇത് കാഞ്ഞ ബുദ്ധിയാണ് നിങ്ങളുടേത് കേട്ടോ. അവൾ എന്ത് മിടുക്കിയായിട്ട് രക്ഷപ്പെട്ട് നോക്കുകയാണ്. അച്ഛൻ കണ്ടിട്ടില്ല, പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് അവൾ എന്നോട് ചോദിക്കുകയാണ്, അച്ഛൻ കാറ്റ് കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറയും ഇല്ല. പക്ഷെ കാറ്റ് ഫീൽ ചെയ്തിട്ടില്ലേ? അപ്പൊ ഞാൻ പറയും ഉണ്ട്. അവൾ എന്നെ മനോഹരമായിട്ട് പെടുത്തി കളഞ്ഞ കണ്ടോ. അതുപോലെ ഞാൻ ഈശോയുടെ പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. കാണണം, ഈശോയെ കാണണം. കണ്ടിട്ടുള്ളവരാരൊക്കെയാ കൈപൊക്കി? എവിടെ കണ്ടു മോളെ? എവിടെയാ മോൾ ഈശോയെ കണ്ടേ? നീ കുറെ ഉത്തരം പറഞ്ഞില്ലേ ഇന്ന് അല്ലേ? ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. കുറച്ചു നേരം മിണ്ടാതിരുന്നോ? വേറൊരാൾക്ക് ചാൻസ് കൊടുക്കട്ടെ. മോളെ പറ, ഈശോയെ കണ്ടിട്ടുണ്ടോ നീ? അത് ഓണാണെന്ന് നോക്കിയേ മൈക്ക്. യെസ്, പറഞ്ഞു. ഓണായി പറഞ്ഞു. ഈശോയെ കണ്ടിട്ടുണ്ടോ മോള്? എന്നാ എവിടെ വെച്ചാ കണ്ടേ? വചനത്തിലൂടെ ഈശോയെ അറിഞ്ഞിട്ടുണ്ട്. മോളെ മതി, ഒറ്റ ഉത്തരം പറഞ്ഞാൽ മതി. അവക്കൊരു കൈയടി കൊടുത്തേ. ശരിക്കും എന്തൊരു സിമ്പിൾ ആൻസർ ആണത്. പക്ഷെ അത് ഇറ്റ് മേക്ക് സെൻസ്. അവൾ പറഞ്ഞ ഉത്തരം, ഞാൻ വചനത്തിൽ ഈശോയെ കണ്ടിട്ടുണ്ട്.
എന്താണ് ഈ കാലം മുഴുവൻ ബൈബിള് വായിച്ച കുഞ്ഞുങ്ങളിൽ ഒരാൾക്ക് ഞാൻ ബൈബിളിൽ വചനത്തിൽ ഈശോയെ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ തോന്നാഞ്ഞത്? അതിൻ്റെ അർത്ഥം നമുക്കിതൊക്കെ റിച്വലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ക്രിസ്ത്യാനിറ്റി ഈസ് എൻഡിങ് അപ്പ് ആസ് എ റിച്വലിസ്റ്റിക് റിലീജിയൻ. ഇന്ന് പൂജാവിധിയുടെ കർമാനുഷ്ഠാനങ്ങളുടെ ഒരു മതമായി ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്യുന്നതിലെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? വചനം വായിച്ചിട്ടുള്ളവർ ഇരിക്കുന്നവരൊക്കെ ബൈബിള് വായിക്കുന്നവരാ. മറ്റേ ഈ സുവിശേഷ പെട്ടിക്കകത്തുനിന്ന് ആ പരിപാടി ഉണ്ടോ നിങ്ങൾക്ക്? അതുണ്ടോ? മറ്റേ വചനപ്പെട്ടി ഇങ്ങനെ ഒരു പെട്ടിക്കകത്തുനിന്ന് ഇങ്ങനെയൊക്കെ എടുക്കുന്ന കണ്ടോ? പെൺപിള്ളേർക്ക് ഈ പരിപാടിയൊക്കെ ഉള്ളു. ആൺപിള്ളേർ അത് കണ്ടിട്ട് പോലും ഇല്ല. പെൺപിള്ളേർക്കത് കാരണം ഞാനത് എൻ്റെ പെങ്ങളെ ലൈവ് പോകുന്നുണ്ടല്ലേ, എൻ്റെ പെങ്ങൾ കണ്ട എന്നെ ഓടിച്ചിട്ടിരിക്കും. ഈ വചനപ്പെട്ടി കണ്ടിട്ടുണ്ടോ? ഒരു പെട്ടിക്ക് ഒരു ബോക്സിനകത്തോട്ട് കുറേ വചനമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ പണ്ട് വീട്ടിലായിരുന്ന കാലത്ത്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, എന്നെക്കാൾ 6 വയസ്സ് ഇളയത് എൻ്റെ പെങ്ങളെ. എൻ്റെ പെങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, പരീക്ഷയുടെ ദിവസം എത്തുമ്പോൾ ഭയങ്കര പ്രാർത്ഥനയാണ്. അയ്യോ, അന്ന് കർത്താവ് തമ്പുരാൻ കുരിശിയെ നിങ്ങൾ ഇറങ്ങി വരുവുള്ള പ്രാർത്ഥന കേട്ട അതുപോലെ ഭക്തയാണ് ഇവിടെ. അപ്പം വീട്ടിൽ രൂപത്തിന് മുമ്പിൽ നിന്ന് ഭയങ്കര പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഒരു കലാപരിപാടിയുണ്ട്. എന്നാ കലാപരിപാടി എന്നറിയാമോ? നിങ്ങൾ എടുക്കും അല്ലേ, ഈ വചനപ്പെട്ടിക്കകത്തുനിന്ന് വചനം എടുക്കുവേ. ഭയങ്കര പ്രാർത്ഥിച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് അത്ര സുഖമുള്ള വചനമൊന്നും അല്ല. ഉടനെ അവൾ പറയും, ഇത് ചേട്ടായിക്ക് വേണ്ടി എടുത്തതാണ്, മാറ്റി അങ്ങോട്ട് വെക്കും. അടുത്തതെടുക്കും, അതും വലിയ സുഖമില്ല, അത് ചാച്ചന് വേണ്ടിയിട്ട്, അടുത്തത് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ പഞ്ചായത്തിലെ സകലമാന മനുഷ്യർക്ക് വേണ്ടിയിട്ട് അവൾ പരീക്ഷയുടെ ദിവസം വചനം എടുക്കും. കുറച്ചെടുത്ത് കഴിയുമ്പോൾ ഒരെണ്ണം കിട്ടും. അത് കാണുമ്പോൾ പറയും, ഇതായിരുന്നു എൻ്റെ വചനം. ശരിക്കും നമ്മൾ ഇതിനെയൊക്കെ വിഗ്രഹവൽക്കരിക്കുകയാണ്. വചനത്തിൽ കർത്താവിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ വചനം വായിച്ചത്? അപ്പോൾ ആ ആഗ്രഹത്തോടെ വായിക്കണം. ഇനി മിടുക്കി ഉള്ളത് പറഞ്ഞല്ലോ. ഇവിടെ പറഞ്ഞത് ആരാ? കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, ഈശോയെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പറ ഈശോയെ കണ്ടിട്ടുണ്ട്. എവിടെ കണ്ടിട്ടുണ്ട് ഈശോയെ? 5 വർഷത്തോളം അസുഖം ഉണ്ടായിരുന്നു, കുറെ ചികിത്സയൊക്കെ ചെയ്തു, കുറെ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് കുറച്ച് കാലം പോയി. ഈശോ എനിക്ക് സൗഖ്യം തന്നു. ആ സൗഖ്യത്തിൽ ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടു. എനിക്ക് മോളെ, ഈശോ നിനക്ക് സൗഖ്യം തന്നതോ നിന്റെ രോഗം മാറിയതോ ഒന്നും എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നില്ല. കാരണം എല്ലാ കാലവും കർത്താവ് അത് ചെയ്തിട്ടുണ്ട്, അവന് ചെയ്യാൻ പറ്റും. എനിക്ക് അത്ഭുതം എന്താണെന്നറിയാമോ? ഇത്രയും പേരുടെ നടുക്ക് നിന്നുകൊണ്ട് നീ എഴുന്നേറ്റ് നിന്ന് എനിക്ക് രോഗത്തിൻ്റെ പൂർവ്വകാലം ഉണ്ടായിരുന്നെന്നും അവിടുന്ന് എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തി ഇപ്പോൾ ഈ മീറ്റിങ്ങിന് വന്നിരിക്കാൻ പാകത്തിൽ എന്നെ സൗഖ്യം നൽകി അനുഗ്രഹിച്ചെന്നും പറയാൻ കാണിക്കുന്ന തൻ്റെ ഇടം ഇല്ലേ? അതാണ് അത്ഭുതം. ശരിക്കും അത്തരം അത്ഭുതങ്ങളാണ് ഇനിയുള്ള കാലത്ത് വേണ്ടത്, മറ്റേ മിറക്കിൾസ് അല്ല. ഇത് വേണം, ഈ അത്ഭുതം വേണം. മിടുക്കി. ഇനി ഈശോയെ കണ്ടിട്ടുണ്ട്, സംശയമൊന്നുമില്ല. ഇനി ആരാ ഈശോയെ കണ്ടിട്ടുള്ളത്? ഇനി ആർക്കെങ്കിലും? ഈ ചേട്ടൻ, പുള്ളി ദൈവമേ പെട്ടുപോയി, കർത്താവേ കണ്ടില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കണ്ടിട്ടുണ്ടോ? എനിക്കാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ജീവിതത്തിൽ. അപ്പം പാലായിലായിരുന്നു ഞങ്ങൾ അമ്മ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പപ്പ ചെറുപ്പത്തിൽ മരിച്ചു പോയതുകൊണ്ട് ആറാട്ടുവീടിലായി. അപ്പോൾ അത് കഴിഞ്ഞ് പപ്പയുടെ വീട്ടിൽ താമസിക്കാൻ വന്നു കഴിഞ്ഞതിലും ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ഭയങ്കര തളർന്നു പോവുക, ഭയങ്കര ആൾക്കാരൊക്കെ ആക്രമിക്കാൻ വരിക, അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായി. അങ്ങനെ ഭയങ്കരമായിട്ട് തളർന്നു, കരഞ്ഞ് പോയി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഒരു ദിവസം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു ആശ്വാസം കിട്ടി, നല്ല മനസ്സിന് നല്ല ആശ്വാസം കിട്ടി, നല്ലൊരു ഉണർവ് കിട്ടി. പെട്ടെന്ന് ഈ കാലിങ്ങനെ ഒടിഞ്ഞു പോകുന്ന പോലെ ഒരു ഫീലുണ്ടായി. ഒടിഞ്ഞു പോകുന്ന പോലെ തന്നെ ഒടിഞ്ഞു പോകും ഞാൻ കണ്ടു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് നേരെയാവുകയും ചെയ്തു. അപ്പം കാല് ഭയങ്കര നേരെ. അപ്പം നല്ലൊരു വിശ്വാസം ദൈവത്തോടെ എനിക്ക് വന്നു. ശരിക്കും ഇവിടെ ഇവരൊക്കെ പറയുന്നത് സ്വന്തം ജീവിതാനുഭവങ്ങളിൽ അവർ ഈശോയെ കണ്ടിട്ടുണ്ട്. ആൾക്കൊരു കൈയടി കൊടുക്കുക, അത് പറയുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ എഴുന്നേറ്റെന്ന് പറയാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷെ ഇപ്പോഴും എൻ്റെ സങ്കടവും സംശയവും മാറിയിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു വാക്ക് നിങ്ങളുടെ ആരുടെയും വായിന്ന് വീണില്ലല്ലോ കുഞ്ഞുങ്ങളെ. ഈശോയെ കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ദാ ഇവിടെ ഞാൻ ഈശോയെ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ ആർക്കും പറ്റിയില്ലല്ലോ. പോട്ടെ, അത് നമ്മൾ പറയും. എവിടെന്നറിയാവോ? എവിടെയാ എക്സാക്ട്ലി മക്കളെ? അതറിയാവോ? പഠനവും കിട്ടിയ പരിശീലനം ഒരു വശത്തും പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ അത് നമുക്ക് ഉപകാരപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മളത് അനുഭവിച്ചിട്ടില്ല. ശരിക്കും ഈ ഇരിക്കുന്നതിൽ ഒരു കൊച്ചെങ്കിലും എഴുന്നേറ്റ് നിന്ന് പറയേണ്ടതല്ലായിരുന്നോ? അച്ചോ, പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ ഈശോയെ കണ്ടിട്ടുണ്ടേ, എന്ന് ആരെങ്കിലും പറയേണ്ടതല്ലായിരുന്നോ? പക്ഷെ പറയാൻ പറ്റാതെ പോകുന്നത് നിങ്ങൾ മോശമായിട്ടല്ല മക്കളെ,
പരിശുദ്ധ കുർബാന നമുക്കൊരു ആചാരം മാത്രമായി ചുരുങ്ങിക്കിടക്കുക. മിശിഹാ ദർശനത്തിൻ്റെ ഇടമായിട്ടത് മാറുന്നില്ല. ഈശോയെ കാണുന്ന ഇടമായിട്ടത് മാറുന്നില്ല. നിങ്ങൾ സങ്കടപ്പെടേണ്ട കേട്ടോ, നിങ്ങൾക്ക് നിരാശ വരരുത്. ഇത് കഴിയുമ്പോൾ ചേട്ടാ ഞങ്ങൾ അത്ര മോശമാണോ? അല്ല, നമ്മൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ നന്മ. നമുക്ക് എവിടെയാണോ ഇടറിപ്പോയതെന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് തിരിച്ചറിയണം. കാരണം നിങ്ങൾ യുവജനങ്ങൾ ഈശോയെ കാണണം. യുവജനങ്ങൾ ഈശോയെ കാണണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. ഞാൻ കാണേണ്ട ഇടം കൂടെ കാണിച്ചു തരണം നിങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ എഫേർട്ട് എടുക്കുന്നത്. ഒരു 2-3 സ്ഥലം ഞാൻ കാണിച്ചു തരാം. അതെൻ്റെ കൂടെ നിന്നാൽ മതി. ആ മേഖലയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ മിനിമം റിക്വയർമെൻറ്റ് തന്നിട്ട് പോകാം. ഈശോയെ കാണുക എളുപ്പമാണോ അല്ലയോ? അത് വേഗം പറഞ്ഞേ. ഈശോയെ കാണുക എളുപ്പമാണോ അല്ലയോ? അത്രയും പറ. യെസ് ഓർ നോ പറ. ഈശോയെ കാണുക എളുപ്പമാണോ അല്ലയോ? നോ. എളുപ്പമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും പറയത്തില്ലായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന്. ഈശോയെ കാണുക എളുപ്പമാണോ അല്ലയോ? വേഗം പറ. മിണ്ട കുഞ്ഞുങ്ങളെ. ഈശോയെ കാണുക എളുപ്പമാണോ? അല്ല. കാണുക എളുപ്പമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എളുപ്പത്തിൽ കണ്ടേനെ. ഈശോയെ കാണുക എളുപ്പമായിരുന്നു ഏത് കാലത്ത്? ഇതൊക്കെ സിമ്പിളായിട്ട് ചിന്തിച്ച് ബുദ്ധി കൊണ്ട് ഉത്തരം പറയേണ്ടതാ. ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളല്ല. ഈശോയെ കാണുക എളുപ്പമായിരുന്നു ഏത് കാലത്ത്? ഈശോ ജീവിച്ചിരുന്ന കാലത്ത്. അങ്ങനെ പറഞ്ഞാൽ ഈശോ ഇപ്പൊ ജീവനോടെ ഇല്ലെന്നായി പോവും. കറക്റ്റാ മോൻ ഉദ്ദേശിച്ച കാര്യം കറക്റ്റാ. ഭാഷയുടെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈശോ ഈ ശരീരത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ച 33 വർഷക്കാലം അവനെ കാണുക, തിരിച്ചറിയുക എളുപ്പമായിരുന്നു. പക്ഷെ ഒരിക്കൽ കുരിശിൽ മരിച്ച്, ഇതൊരു ബിബ്ലിക്കൽ ടീച്ചിങ് കൂടാണ്, ശ്രദ്ധിച്ചിരുന്ന അത്രയും കിട്ടിയിട്ട് പോകും. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വർത്തമാനം പറഞ്ഞു എന്നുള്ളതല്ലാതെ കണ്ടന്റ് കിട്ടില്ല. ഒരു കണ്ടന്റുമായിട്ട് പോകണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയും കൂടെ പഠിപ്പിച്ചു വിടുന്നത്. ഒരിക്കൽ കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ ഈശോയെ കാണുക, തിരിച്ചറിയുക എളുപ്പമല്ല. ആ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്തേ. എന്തായിരുന്നു പറഞ്ഞത്? കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ഈശോയെ പിന്നെ കാണുക, തിരിച്ചറിയുക എളുപ്പമല്ല. ആർക്ക് പ്രൂവ് ചെയ്യാം? ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഈശോയെ കണ്ടിട്ട് മനസ്സിലാകാതെ പോയ ആരെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഉത്തരം പറയാൻ പറ്റുമോ? ഈ സൺഡേ സ്കൂളിലൊക്കെ പോയ കുഞ്ഞുങ്ങളല്ലേ, വചനം കുറെ വായിച്ചിട്ടില്ലേ? പറ. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അതൊന്ന് കണ്ടിട്ട് വേണം എനിക്ക് പോകാൻ. എൻ്റെ കുഞ്ഞെ, നീ എഴുന്നേറ്റ് നിന്നല്ലോ. മറ്റേ ഈ വന്ധ്യനായ ശിമയോൻ ഉണ്ണിമിശിഹായ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ പൈതലിനെ കൈകളിൽ എടുത്തിട്ട് പറഞ്ഞില്ലേ, ഇനി ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയച്ചാലും രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു എന്ന് പറയുന്നത് പോലെ എനിക്ക് പറയാൻ തോന്നും ഇങ്ങനത്തെ കാഴ്ച വരുമ്പോൾ. പറ, ഈ ഉയർത്തെഴുന്നേറ്റ ഈശോയെ കണ്ടിട്ട് മനസ്സിലാകാതെ പോയത് ആരൊക്കെയാന്ന് പറഞ്ഞേ? മഗ്ദലന മറിയത്തിന് ഈശോയെ കണ്ടിട്ട് മനസ്സിലായില്ല. ശരിയാ. നമ്മൾ ഈ സ്ഥിരം ഇത് കേട്ടതുകൊണ്ട് നമുക്ക് അതിനകത്ത് കൗതുകം മിസ്സായി. ചിന്തിച്ചു നോക്കി, എങ്ങനെയാണ് മഗ്ദലന മറിയത്തിന് ഈശോയെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ പോയത്? മഗ്ദലന മറിയം 3 ദിവസം മുമ്പ് വരെ അവന്റെ കൂടെ നിന്ന, കുരിശിന്റെ ചുവട്ടി വരെ കർത്താവിന്റെ കൂടെ നിന്ന മഗ്ദലന മറിയത്തിന് ഇപ്പൊ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഈശോയെ കാണാനും റെക്കഗ്നൈസ് ചെയ്യാനും കാണാൻ പറ്റുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ കാര്യം? അതിന്റെ കാര്യം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ഈശോയെ റെക്കഗ്നൈസ് ചെയ്യുക ഇസ് നോട്ട് ഈസി. ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ്. ഇനി ആരെങ്കിലും ഉണ്ടോ? മോളൊരു ഉത്തരം പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവർക്ക് ചാൻസ് കൊടുക്കാം. വേറെ ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ഈശോയെ റെക്കഗ്നൈസ് ചെയ്യാൻ പരാജയപ്പെട്ടു പോയി വേറെ ആരെങ്കിലും പറയാമോ? വേറെ ആരെങ്കിലും? ശിഷ്യന്മാര് എപ്പോ? എല്ലാരും ഇരുന്ന് പിറുപിറുക്കുന്നല്ലാതെ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്ക് അമ്മമാര് വരുന്നുണ്ട്. പറ, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഈശോയെ കണ്ടിട്ട് മനസ്സിലാകാതെ പോയ ആരെങ്കിലും ഉണ്ടോ? എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാർക്ക് ഈശോ കൂടെ നടന്നിട്ട് പോലും ഈശോയെ മനസ്സിലായില്ല. അപരിചിതനായിട്ടാണ് അവർ കണ്ടത് ഈശോയെ, അല്ലേ? കണ്ടോ? അതെന്താ സംഭവം? ഇറ്റ്സ് നോട്ട് ഈസി ടു റെക്കഗ്നൈസ് ദ റിസറക്റ്റഡ് ലോർഡ്. ഉയർത്തെഴുന്നേറ്റവനെ തിരിച്ചറിയുക എളുപ്പമല്ല. ഇനിയും വേറെ ആരെങ്കിലും കണ്ടുപിടിക്കാമോ? അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ഈശോയെ തിരിച്ചറിയാൻ പറ്റാതെ പോയ വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ? ചെറുതായിട്ട് പറ. ആരാ? ദൈവം കുഞ്ഞകാലത്ത് ദൈവവും അമ്മയും ഒരു ഫെസ്റ്റിവലിന് പോയപ്പോൾ ദൈവത്തിനെ കാണാതായി തിരിച്ചു വരാൻ നേരത്ത്. കൊച്ചു പറയുന്ന കാര്യമൊക്കെയാണ്. ചോദ്യത്തിന്റെ ഉത്തരം അല്ലെങ്കിൽ മോൻ പറഞ്ഞല്ലോ, ഏതാണ്ട് മോൻ കണക്ട് ചെയ്തെടുത്തല്ലോ. ഈശോയെ കാണാതെ പോയെന്നല്ലേ? കാരണം അവൻ ചിന്തിച്ചതേ ഈശോയെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ കാണാതെ പോയി ഈശോയെ കണ്ടുപിടിക്കാൻ പോയി. 12-ാം വയസ്സിൽ ബാലനായ ഈശോയെ ദേവാലയത്തിൽ കാണാതെ പോയ രംഗം അത് കേട്ടോ. മിടുക്കൻ. എന്നാലും അത്രയൊക്കെ നീ ഓർത്തെടുക്കുകയും പറയുകയും ചെയ്തല്ലോടാ കുഞ്ഞെ, അത് തന്നെ വലിയ കാര്യം. ഇനിയും പറ.
തിബേരിയാസ് തീരത്ത് മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർക്ക് ഈശോയെ കണ്ടിട്ട് മനസ്സിലായില്ല. തീരത്ത് വന്നിട്ട് വലതുവശത്ത് വലയിടാനൊക്കെ പറഞ്ഞ എപ്പിസോഡില്ലേ, ഈശോയെ മനസ്സിലായില്ല. ഇനി അതിൻ്റെ മൂന്നിൻ്റെ ഉത്തരം കൂടെ പറഞ്ഞു തരാം. അത്രയും ഞാൻ പറഞ്ഞു തരുന്നത് എനിക്കറിയാം അതൊരു ടീച്ചിങ് സ്റ്റൈലാണ്, സ്റ്റിൽ അത്രയും തരുന്നത് എന്നറിയാമോ? ഞാൻ ഈ പോഡ്കാസ്റ്റ്, ഈയിടെ ഒരു പോഡ്കാസ്റ്റ് ഇറങ്ങിയായിരുന്നു, നിങ്ങൾ കുറച്ച് പേര് അതായിരിക്കും കണ്ടത്, അടുത്ത കാലത്ത് കണ്ടത്. ആ പോഡ്കാസ്റ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞു, കുഞ്ഞുങ്ങളെ, അതാണ് ആരോ സ്വാഗതം പറഞ്ഞപ്പോഴോ സ്വാഗതം പറഞ്ഞ ആൾ പറഞ്ഞത്, കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കരുത്. വിശ്വാസത്തിൻ്റെ പേരിൽ പീഡിപ്പിച്ചാൽ പിന്നെ അതുങ്ങൾക്ക് ദൈവത്തോട് തന്നെ വെറുപ്പായി പോകും. അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് വേണം കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ജസ്റ്റ് ഷോ ദം ദ ചാർജിങ് സ്പോട്ട്. ചാർജിങ് സ്പോട്ട് എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുക. കർത്താവിനെ കാണാൻ പറ്റുന്ന ഇടം കാണിച്ചു കൊടുക്കുക. പിന്നീടൊരു കാലം വരുമെന്നേ, അന്ന് അവിടെ പോയി കർത്താവിനെ കണ്ടെത്തും. ഈ 3 സ്ഥലം ഏതൊക്കെയാണെന്നറിയാമോ? ആര് പറയും? മഗ്ദലന മറിയത്തിന് എപ്പോൾ മനസ്സിലായി അത് ഈശോയാണെന്ന്? അച്ഛൻ സഹായിക്കുന്നുണ്ട്. മഗ്ദലന മറിയത്തിന് എപ്പോൾ മനസ്സിലായി അത് ഈശോയാണെന്ന്? വേഗം ആര് പറയും? മഗ്ദലന മറിയത്തിന് എപ്പോൾ? തോട്ടക്കാരനെന്നല്ലേ വിചാരിച്ചേ? ഷീ തോട്ട് ഹി ഈസ് എ ഗാർഡനർ എന്ന് വിചാരിച്ചു. എപ്പോൾ മനസ്സിലായി അത് ഈശോയാണെന്ന്? അച്ഛൻ പറഞ്ഞു ഉത്തരം, നിങ്ങൾ ആരെങ്കിലും പറയുമെന്ന് നോക്കട്ടെ. ഈശോ അവളെ എന്തു വിളിച്ചു? മറിയം. മറിയം മറിയമെന്ന് വിളിച്ചപ്പോൾ അവളുടനെ മറുപടി പറഞ്ഞു റബ്ബോനി, എന്ന് വെച്ചാൽ എൻ്റെ ഗുരുവേ. അപ്പൊ ഈശോയുടെ വാക്ക് കേട്ടപ്പോൾ, ഈശോയുടെ സ്വരം കേട്ടപ്പോൾ, ഈശോയുടെ സ്വരം, ഈശോയുടെ വാക്ക് ഈസ് ഈക്വൽ ടു, ഇന്ന് പ്രാക്ടിക്കലായിട്ട് ഈശോയുടെ വാക്ക് ഈസ് ഈക്വൽ ടു ഏത്? കറക്റ്റ്, ബൈബിൾ. വചനം, വാക്ക് ഈസ് ഈക്വൽ ടു വചനം, ബൈബിൾ. നിങ്ങൾ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനിയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യണം? സിമ്പിളാക്കി തരികയാണ്. എന്ത് ചെയ്യണം? ബൈബിൾ വായിക്കണം. ക്രിസ്ത്യാനി ഈശോയെ കാണുന്നവനാണെന്ന് നമ്മൾ നേരത്തെ തെളിയിച്ചു. ഈശോയെ കാണണമെങ്കിൽ ക്രിസ്ത്യാനി എന്ത് ചെയ്യണം? വെറുതെ ചോദിക്കട്ടെ, സത്യസന്ധരായിട്ട് ഉത്തരം പറയണേ. എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയുടെയോ കുടുംബ പ്രാർത്ഥനയുടെയോ ഭാഗമല്ലാതെ സ്വന്തം ഇഷ്ടത്തിന്, ഔട്ട് ഓഫ് പേഴ്സണൽ ഡിസ്പോസിഷൻ, സ്വന്തം ഇഷ്ടത്തിന് ബൈബിൾ എടുത്ത് മുത്തി തുറന്ന് 5 മിനിറ്റ് കള്ളം പറയരുതേ. കള്ളം പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ശിക്ഷയും കൂടെ കിട്ടും. അതുകൊണ്ട് ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. എല്ലാ ദിവസവും മുടക്കമില്ലാതെ റുട്ടീനായിട്ട് 5 മിനിറ്റെങ്കിലും ബൈബിൾ വായിക്കുന്ന കുഞ്ഞുങ്ങൾ കൈപൊക്കിക്കേ. കള്ളം പറയരുതേ. എന്തിനാ കുഞ്ഞുങ്ങളെ? നമുക്ക് നാട്യമൊന്നും വേണ്ട, ഇനിയും അഭിനയം ഒന്നും വേണ്ട, ഉള്ളതുള്ളത് പോലെ കൈപൊക്ക്. എല്ലാ ദിവസവും 5 മിനിറ്റെങ്കിലും ബൈബിൾ വായിക്കുന്നത് ഈ വന്നിരിക്കുന്ന യുവജന, ഈ ഭദ്രാസനത്തിലെ ഉള്ളതിൽ മെനയുള്ളതാണ് ഈ വന്നിരിക്കുന്നത്, അല്ലേ? ഉള്ളതിൽ ഭേദമല്ലേ ഈ വന്നിരിക്കുന്നത്? ആ വന്നിരിക്കുന്നതിൽ എല്ലാ ദിവസവും 5 മിനിറ്റ് ബൈബിൾ വായിക്കുന്ന ഒരു കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ പൊക്കിയ കൈ എത്ര എണ്ണാന്ന് നോക്കിക്കേ നിങ്ങൾ. എത്ര എണ്ണാണ്? ഒറ്റ കൈയാണ്. അപ്പം നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ള ഹോംവർക്കുകളാണ്. ഇനി ഹോംവർക്ക് തുടങ്ങുകയാണ്. ചെയ്യേണ്ട കാര്യം, എല്ലാ ദിവസവും 5 മിനിറ്റ് ബൈബിൾ വായിക്കാവും. അത്രയും ചെയ്യാവും. നിങ്ങൾ ചാടിക്കയറി പുണ്യപ്പെട്ടവരാകണ്ട, രൂപക്കൂട്ടി കയറണ്ട, വലിയ അത്ഭുതമൊന്നും ചെയ്യണ്ട. ഡെയിലി 5 മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് ഇൻ യുവർ മൊബൈൽ എല്ലാ ദിവസവും 5 മിനിറ്റ് സ്പെയർ ചെയ്യുക. എന്നതിന് വേണ്ടിയിട്ട് മാത്രം ബൈബിൾ. അത്രയും നിങ്ങളൊന്ന് ചെയ്തേ. സിമ്പിൾ സ്റ്റെപ്പ് എടുത്തേ. രണ്ടാമത്തത്, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് എപ്പോൾ മനസ്സിലായി അത് ഈശോയാണെന്ന്? എപ്പോൾ മനസ്സിലായത് ഈശോയാണെന്ന്? ഇതിനെല്ലാം അച്ഛനോട് ഉത്തരം പറയുന്നുണ്ട് കേട്ടോ. എപ്പോൾ മനസ്സിലായത് ഈശോയാണെന്ന്? സി ഇങ്ങോട്ട് നോക്കിക്കേ മക്കളെ. ഹലോ ഇങ്ങോട്ട് നോക്കാം. നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട്, എന്നാലും ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധ. ഇതൊരു പ്രധാനപ്പെട്ട സാധനമായിട്ടൊന്നുകൂടെ വിളിച്ചതാണേ. എൻ്റെ കൂടെ ഒന്ന് വരണം. നമ്മൾ ഇന്ന് കേട്ടതിലെ സുന്ദരമായൊരു സാധനം കേൾക്കാൻ പോവാണ്. അതിൻ്റെ ഉത്തരം പറയാൻ. ഇതിൻ്റെ ഉത്തരം എൻ്റെ വണ്ടിക്കകത്ത് എനിക്ക് വിശക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി ഒരു പാക്കറ്റ് മാങ്ങാത്തര വെച്ചിട്ടുണ്ട് ഞാൻ. അത് ഞാൻ ഈ യാത്രയുടെ ഇടയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ക്ഷീണം വരുമ്പോൾ ഷുഗർ ആയതുകൊണ്ട് അത് കഴിച്ചിട്ടൊന്ന് ഓണാകാൻ വേണ്ടിയിട്ട് വെക്കും. അതിൻ്റെ ഒരു പീസ് മുറിച്ചു തരാം ഇതിൻ്റെ ഉത്തരം പറയുന്നവർക്ക്. അങ്ങനെ പറഞ്ഞത് എൻ്റെ കയ്യിൽ ഇപ്പം ഇരിക്കുന്നത് പങ്കുവയ്ക്കാന്ന് ഉദ്ദേശിച്ചത്, സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. ഇതിൻ്റെ ഉത്തരം രസമുള്ള ഉത്തരവാണ്. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോ. ഇവര് എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർ ഈശോയുടെ കൂടെ നടന്നു. ഈശോയെ മനസ്സിലായോ? റെക്കഗ്നൈസ് ചെയ്തോ? ഇല്ല. അത് കഴിഞ്ഞപ്പോൾ ഇവരൊരു സത്രത്തിൽ കയറി ഒരുമിച്ചിരുന്നു. എന്ത് ചെയ്തു? അപ്പം മുറിച്ചു. അടുത്ത വാക്ക് എങ്ങനെ? അപ്പം മുറിച്ചപ്പോൾ. ആര് പൂരിപ്പിക്കും? വേഗം പറ. അപ്പം മുറിച്ചപ്പോൾ അവരുടെ പൂരിപ്പിക്കുക. അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ
തുറന്നു. അടുത്ത വാക്യം, അത് ഈശോയാണെന്ന് അവർക്ക് മനസ്സിലായി. അടുത്ത വാക്യം, ഉടനെ, ഇമ്മീഡിയറ്റ് തിങ്. ഉടനെ ഈശോ ഇതെന്താ? ഈശോ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ഹി ജസ്റ്റ് വാനിഷ്ഡ് അവേ. അപ്രത്യക്ഷനായി. ലിസൺ ഹിയർ, ഈ 3 സെന്റൻസ് പറഞ്ഞേ. അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. റിപ്പീറ്റ് ചെയ്തേ, പറഞ്ഞേ എന്താ അത്? അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അടുത്ത വാക്യം, അത് ഈശോയാണെന്ന് അവർക്ക് മനസ്സിലായി. അടുത്ത വാക്യം, ഉടനെ അവൻ അവിടെ നിന്ന്, വിത്തിൻ നോ ടൈം അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ചോദ്യം എന്നറിയാവോ? എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ അങ്ങ് അപ്രത്യക്ഷനായത്? എന്നാ ഒരു പോക്കാ പോയെ? ഒരു മര്യാദ വേണ്ടേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു മര്യാദ വേണ്ടേ? ഒരു കേർട്ടസിയുടെ ഭാഗമായിട്ടെങ്കിലും പറഞ്ഞിട്ട് പോണ്ടേ? ഞാൻ പോവാണേ. ഇത് ആ സ്പോട്ടിൽ ഈശോ ഹി വാസ് ഡിസപ്പിയേർഡ്. എന്തായിരിക്കും ഇതിന്റെ കാരണം? ചുമ്മാ ബ്രെയിൻ സ്റ്റോമിങ് നടത്തി നോക്കിക്കേ, എന്തെങ്കിലും ഉത്തരം കിട്ടും നോക്കിക്കേ. എന്തുകൊണ്ടായിരിക്കും ഈശോ അപ്പോൾ അങ്ങനെ അങ്ങ് അപ്രത്യക്ഷനായത്? എന്തോമേ, അവർക്ക് വിശ്വാസമാകാൻ. എങ്ങനെ വിശ്വാസമാകാൻ? എനിക്കിങ്ങനെ മാഞ്ഞു പോകാനൊക്കെ പറ്റും, ആണോ? അങ്ങനെയാണോ? എന്ത് വിശ്വാസമാകാൻ? ഈശോയാണെന്ന് മനസ്സിലായല്ലോ, പിന്നെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അമ്മ പറയും, എന്നെ കൊണ്ട് പറയാൻ സമ്മതിക്കുകയല്ലോ കർത്താവേ. യെസ്. എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ അപ്രത്യക്ഷനായത്? എന്തുകൊണ്ടായിരിക്കട്ടോ? എൻ്റെ ക്ലാസ് കേൾക്കാൻ ആഗ്രഹിച്ച് വന്നവൻ പറയടാ, ഇങ്ങനെയൊക്കെയല്ലേ ഒരു പണി തരാൻ പറ്റുന്നത്? എന്തുകൊണ്ടായിരിക്കും ഈശോ അപ്രത്യക്ഷനായത്? ഒരു കാര്യം ചിന്തിച്ച് നോക്കിക്കേ. എന്തുകൊണ്ടായിരിക്കും? എന്നാ മോനെ? കണ്ണ് തുറപ്പിച്ചു, വന്ന കാര്യം നടന്നു, പർപ്പസ് വാസ് ഫുൾഫിൽഡ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിൽക്കണ്ടല്ലോ, അല്ലേ? ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ, പോകാം. എന്തുകൊണ്ട് ഈശോ അപ്പോൾ അപ്രത്യക്ഷനായി? വേറൊരു ചിന്ത. അവനൊക്കെ പേടിച്ചായിരിക്കുന്നത്, ഇങ്ങോട്ട് വരുന്നുണ്ടടാ എന്നുള്ള ഭാവത്തിലായിരിക്കും. ഈശോ എന്തുകൊണ്ട് അപ്രത്യക്ഷനായി? എടാ, നീ എന്തിനാണ് അവനോട് ഇത്ര നോക്കിയിരിക്കുന്നത്? എന്നെ നോക്കാൻ പേടിച്ചിട്ടാണോ? പറ, എന്തുകൊണ്ട് ഈശോ അപ്രത്യക്ഷനായി? എന്തോ? പറയടാ. മിടുക്കന്മാരൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലേ? എന്തുകൊണ്ട് ഈശോ അപ്രത്യക്ഷനായി? പറയടാ കുഞ്ഞെ. നീ ഉത്തരത്തിന്റെ അടുത്തെത്തി കേട്ടോ. ഇവിടെ ഇരിക്കുകയായിരുന്നു ഇത്ര നേരം. നീ ഇന്ന് കൈയ്യടി കൊടുത്തേ അവനെ, കണ്ടോ? മിടുക്കന്മാര് പുറകിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവൻ ഉത്തരത്തിന് അടുത്തെത്തി. സൂചന തന്നു എനിക്ക്, ബാക്കി ഞാൻ പൂരിപ്പിച്ചോളാം. എന്തുകൊണ്ട് ഈശോ അപ്പോൾ അപ്രത്യക്ഷനായി? ശ്രദ്ധിച്ചേ, ഇത് രസമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം മുറിച്ചു, അവരുടെ കണ്ണുകൾ തുറന്നു, അത് ഈശോയാണെന്ന് മനസ്സിലായി. ഉടനെ അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി. എന്താ കാര്യം? അപ്പം മുറിക്കലിൽ നിങ്ങൾ എന്നെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തതോടുകൂടി എന്തിൻ്റെ കാലം കഴിഞ്ഞു? വേഗം പറ, എന്തിൻ്റെ കാലം കഴിഞ്ഞു? ശരീരത്തിൻ്റെ കാലം കഴിഞ്ഞു. ഇനി വരുന്ന കാലവും ഇനി വരുന്ന തലമുറയും എന്നെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടത് എവിടെയാണ്? പരിശുദ്ധ കുർബാനയിൽ. ഈ അപ്പത്തിൽ, പരിശുദ്ധ കുർബാനയിൽ. പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ ഈശോ ഉയർത്തി കാണിക്കുകയായിരുന്നു അപ്പം മുറിക്കലിൽ. എല്ലാ ഞായറാഴ്ചയും, അടുത്ത ചോദ്യമാണ്, എല്ലാ ഞായറാഴ്ചയും ആദ്യന്തം, ഓർത്തഡോക്സ് കുർബാനയായതുകൊണ്ട് എനിക്കറിയാം. ഞാൻ ഓർത്തഡോക്സ് യാക്കോബായ കുർബാന, ഞാൻ കോട്ടയത്ത് 2-3 പള്ളികളുണ്ടായിരുന്നു. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ എൻ്റെ കുർബാന വൈകുന്നേരം, ഞങ്ങൾ കൊച്ചന്മാരും ഒക്കെ ഉള്ളപ്പോൾ വൈകുന്നേരം ഉള്ളപ്പോൾ ഞാൻ ഈ നമ്മുടെ 2 പള്ളികളിലും, മണർകാട് പള്ളിയിലും പുതുപ്പള്ളിയിലും ഒക്കെ വല്ലപ്പോഴും കുർബാന കൂടാൻ, ഇതെനിക്ക് ഈ ട്യൂണൊക്കെ ഇഷ്ടമായതുകൊണ്ട്, പാട്ടൊക്കെ ഇഷ്ടമായതുകൊണ്ട് കുർബാന കൂടാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ കണ്ടത്, ഓർത്തഡോക്സ് കുർബാനയിലെ ആൾക്കാരുടെ വരവും പോക്കും കണ്ടത് അന്നാണ്. എന്നുവെച്ചാൽ എപ്പോഴെങ്കിലും വന്നാമോ എന്നൊരു തോന്നലുണ്ടെന്ന് തോന്നുന്നേ. എനിക്ക് ഭയങ്കര കൗതുകമായി അത്. കാരണം പൊതുവേ അങ്ങനെ രീതി അവിടെ ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങളുടെ സൈഡിൽ കണ്ടില്ല. അപ്പോൾ ഞാൻ ആൾക്കാരോട് ചോദിച്ചു, ഇതന്നെ ഇങ്ങനെയൊക്കെ വരുന്നതെന്ന്. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കുർബാന വന്നല്ലോ, പള്ളി വന്നല്ലോ അച്ചോ, വന്നല്ലോ ഞങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് മനഃപൂർവ്വം. ഞായറാഴ്ചത്തെ ഇടദിവസം നമുക്കില്ലല്ലോ. അപ്പം ഞായറാഴ്ചത്തെ പരിശുദ്ധ കുർബാന ആദ്യ അന്തം, തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ ഞായറാഴ്ചയും മുടക്കമില്ലാതെ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾ സത്യസന്ധമായിട്ട് കൈപൊക്കിക്കുക. നോക്കട്ടെ എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. അത് പിന്നെയും ഭേദമാണ് കേട്ടോ. അത് ഇവരൊക്കെ നിങ്ങൾ മദ്ബഹ ശുശ്രൂഷികളായിരിക്കും അല്ലേ? വേറെ മാർഗ്ഗമില്ല, ഇടയ്ക്കൊന്നും കയറാൻ പറ്റത്തില്ല. അതാണ് കാര്യം. അതെനിക്ക് മനസ്സിലായി. കാരണം ഈ സൈഡ് വീക്കായി, പെൺകുട്ടികളുടെ സൈഡ് വീക്കാകുകയും ആൺകുട്ടികളുടെ സൈഡ് ആ സമയത്ത് സ്ട്രോങ് ആകുകയും ചെയ്തപ്പോൾ മനസ്സിലായി മദ്ബഹ ശുശ്രൂഷികളാണെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അല്ലാതെ പറഞ്ഞു തരാൻ പറ്റും. പക്ഷേ ഈ പരിമിതമായ സമയത്തിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള സ്ട്രോങ് ട്രഷേഴ്സ്, നിധിയാണ് ഈ 2 എണ്ണം. 1 വചനം, 2 പരിശുദ്ധ കുർബാന. കുഞ്ഞുങ്ങളെ അങ്ങോട്ട് തിരിച്ചു വാ. ഇന്നുണ്ടല്ലോ ഭക്താഭ്യാസങ്ങളുടെ എണ്ണവും വെറൈറ്റിയും കൂടിക്കൊണ്ടിരിക്കുക. നമ്മുടെ കുടുംബത്തിലും കാരണവന്മാരും ഒക്കെ സകലമാന വെറൈറ്റി പരിപാടിയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ കയ്യിലും അത്തരം ക്യാപ്സ്യൂൾസും ഗിമിക്സും ഒക്കെ വരും. കൊച്ചു കൊച്ചു സ്പിരിച്വൽ എക്സസൈസസ് വരും.
പക്ഷെ ഒന്നും തിരുവചനത്തിനും പരിശുദ്ധ കുർബാനയ്ക്കും പകരമല്ല കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് തിരുവചനത്തിലേക്കും പരിശുദ്ധ കുർബാനയിലേക്കും തിരിച്ചു വാ. നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും. ഞാൻ ഇങ്ങനെ പറയുമ്പോഴും ഇതൊരു കേവല അഡ്വൈസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം ഉണ്ടല്ലോ, ഇപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു നീഡ് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒരു ആവശ്യത്തിന് ചെന്നപ്പോൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഒരു ഫാമിലി ഓടിച്ചെല്ലുന്നു. അപ്പോൾ അകത്തോട്ട് ഓൾറെഡി പേഷ്യൻറ്റിനെ കൊണ്ടുപോയി. ഈ ഓടിച്ചെന്ന ഫാമിലി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്ത് നിന്ന് നിലവിളിക്കുകയാണ്. എനിക്കൊന്ന് അകത്തോട്ട് കൊണ്ടുപോയ കൊച്ചിൻ്റെ അമ്മയായിരിക്കും, കൂവുകയാണ്, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ സമാധാനം മുഴുവൻ തകർക്കുന്ന രീതിയിൽ, സൈലൻസ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഈ സ്ത്രീ നിലവിളിച്ച് കരയുക. അപ്പോൾ എൻ്റെ കൂടെ വന്നയാൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ കിടന്ന് കൂവേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ കിടന്ന് കൂവേണ്ട കാര്യമുണ്ടോ? അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം എന്നറിയാമോ? ഇയാൾക്ക് പറഞ്ഞു കൊടുത്ത മറുപടി, ഒരു ദിവസം നീ ആ സ്ട്രക്ചറിൽ കിടക്കുന്ന ദിവസം വരും. അന്ന് നിന്റെ അമ്മ ഇതിനേക്കാൾ ഒച്ചത്തിൽ നിലവിളിക്കും. ഒരു ആവശ്യം വരുന്ന കാലത്താണ് നമ്മൾ നിലവിളി ഉയരുന്നത്. ഇന്നിപ്പം നിങ്ങളോട് പള്ളിയിൽ കയറുക, നിലവിളിക്കുക, പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞാൽ നിലവിളി ഉയരത്തില്ല. കാരണം ആവശ്യം തോന്നുന്നില്ലോ. സൈക്കിൾ അഗർബത്തിയുടെ പരസ്യം കേട്ടിട്ടുണ്ടോ? എന്താ പരസ്യം? ഒരു പരസ്യവാചകമുണ്ട് സൈക്കിൾ അഗർബത്തിയുടെ പരസ്യം. എന്താ? പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങൾ. ഒരു കാരണമുണ്ടാകുന്ന കാലം വരും, അന്ന് പ്രാർത്ഥിക്കും. അപ്പം നിങ്ങൾ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, അങ്ങനെ ഒരു കാരണമുണ്ടാകുന്ന കാലത്ത് എങ്ങനെ പ്രാർത്ഥിക്കും, എവിടെ കർത്താവിനെ കാണും, അതിൻ്റെ ഇടമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി ബൈബിളും പരിശുദ്ധ കുർബാനയും. ആ സ്പോട്ട് മനസ്സിലാക്കി വെക്കുക. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ, ഇപ്പം നമ്മൾ ഈ പ്രായമല്ലേ, അപ്പനും അമ്മയൊക്കെയാണ് നമ്മുടെ സേഫ് സോൺ. പറയുമ്പോൾ വലിയ ഇഷ്ടമൊന്നുമില്ലെങ്കിലും അതുങ്ങൾ പുറകിലുള്ളത് നമ്മുടെ ബാക്കപ്പ്. അതുങ്ങൾ പോകുന്ന കാലം വരത്തില്ലേ? നോക്ക്, അപ്പനും അമ്മയും ഇനി എത്ര കാലം കൂടെ കാണും? ഈ ഇരിക്കുന്നതിൽ പലരുടെ അപ്പനും അമ്മയും ഒരു 20-25 വർഷം കൂടെ ഉള്ളൂ മാക്സിമം. അങ്ങനെ ചിന്തിച്ചേ. അത് കഴിയുമ്പോൾ അപ്പനും അമ്മയും ഇല്ലാത്തൊരു വീട് കാണും നമ്മുടെ വീട്, കേട്ടോ. അത് ഓർത്ത് നോക്കിക്കോണം, ചിന്തിച്ചോണം. 20-25 വർഷം പോകുന്നു വേണ്ട കേട്ടോ. ചിലപ്പോൾ സ്കൂളും കോളേജും വിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ കാണണമെന്ന് പോലും ഇല്ല. എൻ്റെ പൊന്നച്ച, ഒരു കൊള്ളാവുന്ന ദിവസം വിളിച്ചു വരുത്തിയിട്ട് ഈ വർത്തമാനമാണോ പറയുന്നത്? അത് റിയാലിറ്റി അല്ലേ? ആരും എപ്പം വേണമെങ്കിലും മരിക്കത്തില്ലേ? അപ്പനും അമ്മയും പോകും. നമ്മുടെ ആരോഗ്യം, കൊച്ചു പറഞ്ഞില്ലേ, രോഗാവസ്ഥയിലൂടെ കടന്നുപോയി. ആരോഗ്യം പോകുന്നൊരു ദിവസം വരും, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നൊരു ദിവസം വരും. അങ്ങനെ ഒരു സ്ട്രഗിൾ എത്തുന്ന നേരത്ത് ഓടിച്ചെല്ലാൻ ഒരു ഇടമുണ്ട് നമുക്ക്. ആ ഇടമാണ് കർത്താവിൻ്റെ സന്നിധി. മാറാത്തവൻ ബാക്കിയെല്ലാം മാറിപ്പോകും. മാറാത്തൊരു ദൈവത്തെ കണ്ടെത്താൻ പറ്റണം. അതിന് നിങ്ങൾ വചനം ഇന്നേ വായിച്ചു തുടങ്ങണേ. പരിശുദ്ധ കുർബാന, ഞായറാഴ്ച ദിവസത്തെ പരിശുദ്ധ കുർബാന അങ്ങേയറ്റം അറിഞ്ഞർപ്പിക്കണം. ഇസ് ദാറ്റ് ഓക്കെ? ക്ലിയർ ആയോ? നമ്മൾ വന്ന പാറ്റേൺ ഒന്ന് മനസ്സിലാക്കി. റിവിഷൻ എൻ്റെ കൂടെ വേഗം ഉത്തരം പറ. നമ്മളൊക്കെ ആരാണ്? വേഗം ഒന്ന് റിവിഷൻ നടത്തുക. പറഞ്ഞ സാധനം ഇത് കഴിയുമ്പോൾ ആരും ചോദിക്കുക, എന്താ അങ്ങേര് പറഞ്ഞിട്ട് പോയത്? ഇത്രയാണ് പറഞ്ഞതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ടേ? നമ്മളൊക്കെ ആരാണ്? ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനി ഈസ് ഈക്വൽ ടു ക്രിസ്തുവിൻ്റെ അനുയായികൾ. ക്രിസ്തുവിൻ്റെ അനുയായി ഈസ് ഈക്വൽ ടു ക്രിസ്തുവിൻ്റെ പുറകെ നടക്കുന്നവർ. പുറകെ നടക്കണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ട കാര്യം എന്താ? മുമ്പേ നടക്കുന്നയാളെ കാണണം. അപ്പോൾ ക്രിസ്ത്യാനികൾ ആരായി? ക്രിസ്തുവിനെ കാണുന്നവർ. പക്ഷെ ഇന്ന് ക്രിസ്തുവിനെ കാണുക അത്ര എളുപ്പമാണോ? നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണുക എളുപ്പമാണോ? അല്ല. കാണാൻ എളുപ്പമുണ്ടായിരുന്ന ഒരു കാലം ഏതാണ്? 33 വർഷം ഉടലോടെ ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് ഈശോയെ കാണുക, തിരിച്ചറിയുക എളുപ്പമായിരുന്നു. ഉയർപ്പിന് ശേഷം കാണുക, തിരിച്ചറിയുക എളുപ്പമല്ല. അപ്പോൾ ഈശോയെ കാണാനുള്ള മാർഗങ്ങൾ, മഗ്ദലന മറിയത്തിന് വെളിപ്പെടുത്തിയ മാർഗം ഏതാത്? തിരുവചനം, ബൈബിൾ. എമ്മാവൂ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയ മാർഗം ഏതാത്? പരിശുദ്ധ കുർബാന. ഒരെണ്ണം കൂടെ ഉണ്ട്, തൽക്കാലം ഇത്രയും മതി. തിരുവചനം, പരിശുദ്ധ കുർബാന, അത് രണ്ടുമെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കുക. നിങ്ങളെ നമുക്ക് ലോകത്തിന് ആവശ്യമുണ്ട് കുഞ്ഞുങ്ങളെ. അങ്ങനെ ഈശോയെ കണ്ട് ഒടുക്കം എന്താകും? എന്തിനാ ഈശോയെ കാണുന്നറിയാമോ? നിങ്ങൾ ഈ തുടരും സിനിമ കണ്ടായിരുന്നോ? തുടരും സിനിമ കണ്ടോ? തുടരും സിനിമയിലെ സംവിധായകന്റെ പേരെ വിളിച്ചു പറ. മോശം, എനിക്കറിയാമല്ലോ നല്ല സുന്ദരമായിട്ട് അങ്ങയുടെ പേര്. ആരാ? ആമ്പിള്ളേർ പറയണ്ട. തുടരും സിനിമയുടെ സംവിധായകന്റെ പേരെന്താ? തരുൺ മൂർത്തി ഈ തുടരും സിനിമയുടെ മാർക്കറ്റിംഗ് തന്ത്രമായിട്ടൊരു കാര്യം ചെയ്തായിരുന്നു. ആർക്ക് പറയാം? തുടരും സിനിമയുടെ ഒരു സ്പെഷ്യൽ മാർക്കറ്റിംഗ് തന്ത്രം. ബൈബിളൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാത്ത വേറെ പറ. തുടരും സിനിമയുടെ ഈ ഇന്റർവ്യൂ മാർക്കറ്റിംഗ് ഇല്ലേ, അതിനകത്ത് പുള്ളി ചെയ്ത ഒരു വളരെ പ്രത്യേകതയുള്ളൊരു മാർക്കറ്റിംഗ് തന്ത്രം എന്തായിരുന്നു? ആർക്ക് പറയാം? സിനിമയിലെ നടന്മാരോ നടികളോ ഒന്നും മാർക്കറ്റിങ്ങിന് വന്നില്ല. ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങൾ? ആരെങ്കിലും ഫോളോ? അങ്ങനെ ആരും വന്നിട്ടില്ല. വന്നത് ഒറ്റ ഒരാളാണ്. ആരാന്നറിയാമോ? സംവിധായകൻ. മോഹൻലാലും ശോഭനയും ഒന്നും, ജോർജ് സാറും ഒന്നും വന്നില്ല. അതിനുശേഷം വിജയിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവരുടെയൊക്കെ
ഇതൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത്, ബിറ്റുകളൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത്. അതുവരെ ഇല്ല, ആരും വന്നിട്ടില്ല. ഞാൻ ഈ ഇത് പറയാൻ കാര്യം തരുൺ മൂർത്തി എന്താണ്, ഏത് ടൈപ്പ് ഓഫ് സംവിധായകനാണ്? മോഹൻലാലിനെ സംബന്ധിച്ച് നമ്മൾ പൃഥ്വിരാജിനെയൊക്കെ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, എന്താ മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പേരാണ് വിളിക്കുന്നത്? ഫാൻ ബോയ്. മോഹൻലാലിന്റെ ഫാൻ ബോയ് ആണെന്ന് തരുൺ മൂർത്തി സമ്മതിച്ചിട്ടുണ്ട്. തരുൺ മൂർത്തി മോഹൻലാലിന്റെ ഫാൻ ബോയ് ആണ്. എന്ത് പറ്റുന്നറിയാമോ? ഈ മോഹൻലാലിന്റെ ഫാൻ ബോയ് കളിച്ച് ഈ തരുൺ മൂർത്തിയുടെ ചേഷ്ടകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? തരുൺ മൂർത്തി ഇന്റർവ്യൂസ് നോക്കണം. തരുൺ മൂർത്തിയിൽ ഇപ്പൊ ആരുണ്ടെന്നറിയാവോ? തരുൺ മൂർത്തിയുടെ ഒരു മട്ടും ഭാവവും വർത്തമാനം കണ്ട മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്ന തരുൺ മൂർത്തിയിൽ ആര് കയറി വരുന്നു? ഇപ്പോ ആര് കയറി വരുന്നു? മോഹൻലാൽ കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. തരുൺ മൂർത്തിയുടെ വർത്തമാനത്തിലും നടപ്പിലും തോള് ചെരിക്കലിലും ഒക്കെ ആര് വന്നു? മോഹൻലാൽ കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈശോയുടെ പിറകെ നടന്ന് ഈശോയെ കണ്ട് ഈശോയെ ആരാധിക്കുന്നത്, ഈശോയുടെ ഫാൻ ബോയ്സ് ആകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മെല്ലെ 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 നമ്മളിൽ ആര് വരണം? ഈശോ വരണം. നമ്മളെ കാണും. തരുൺമൂർത്തിയുടെ വർത്തമാനം കേൾക്കുന്ന ഒരാൾക്ക് ആരെ ഓർമ്മ വരും? മോഹൻലാലിനെ ഓർമ്മ വരുന്നത് പോലെ നമ്മളോട് മിണ്ടുന്ന ഒരാൾക്ക് ആരെ ഓർമ്മ വരണം? ഈശോയെ ഓർമ്മ വരണം. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഇനി മുതൽ ഞാനല്ല എന്നിൽ ജീവിക്കുന്നത്, പിന്നെ ആരാണ്? മിശിഹ. ഇനി മുതൽ ഞാനല്ല, ഐ എം ഫേഡിങ് അവേ, ഞാൻ മാഞ്ഞു പോകും. അതായത് നിങ്ങളോട് തെറ്റിയത് ഒരാളോട് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങളിൽ അവരാരെ കാണും? ഈശോയെ കാണും. ഈശോയ്ക്ക് അങ്ങനെ പറ്റൂ. സങ്കടം പറയുന്ന ഒരാളുടെ അടുത്തിരുന്ന് കുറച്ചു നേരം കേട്ടുകൊടുക്കുമ്പോൾ നിങ്ങളിൽ അവരാരെ കാണും? ഈശോയ്ക്കാണ് അങ്ങനെ പറ്റുന്നത്. നിങ്ങളുടെ അപ്പായും അമ്മയും പറയുന്നത് നിങ്ങൾ അനുസരിക്കുമ്പോൾ അപ്പായും അമ്മയും നിങ്ങളിൽ മെല്ലെ ആരെ കണ്ടു തുടങ്ങും? കാരണം എന്താണെന്നറിയാമോ? അവൻ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു. ഈവൻ ഹി വാസ് ഒബീഡിയന്റ് ടു ഹിസ് പാരൻസ്. ഈശോ നിങ്ങളിൽ രൂപപ്പെടണം. അത് ഈ ആരാധനയുടെയും ഈ വചന വായനയുടെയും ഒക്കെ ഉദ്ദേശം മെല്ലെ നമ്മളിലെ സഹജഭാവങ്ങൾ, ഇൻസ്റ്റിങ്സ് മാറിപ്പോവുകയും മിശിഹ നമ്മളിൽ രൂപപ്പെടുകയും വേണം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. അല്ലാത്തിടത്തോളം കാലം നമ്മൾ എന്നും ആരാധകരായി തുടരും, എന്നും നാമമാത്ര ക്രിസ്ത്യാനികളായി തുടരും. അങ്ങനെ ഒരു റാഡിക്കൽ ഷിഫ്റ്റ് നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 12 മണി വരെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്കറിയാം, ഞാൻ അപ്പോഴേ അവരോട് പറഞ്ഞായിരുന്നു, അങ്ങനെ 1.5 മണിക്കൂറൊക്കെ വെറുപ്പിക്കുന്ന മോശമാണ്, മതി ഒരു 15 മിനിറ്റ് ഒരു ബ്രേക്കോ റിഫ്രഷ്മെൻറ്റോ ഒരു മ്യൂസിക്കോ എന്തെങ്കിലും ആട്ടെ. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. യൂത്ത് ആയതുകൊണ്ടാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ക്രിസ്ത്യൻ ടോപ്പിക്സ് നമ്മൾ സംസാരിച്ച ഏതെങ്കിലും വിഷയം നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് അങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ചോദ്യം ചോദിച്ച് ഉത്തരം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 5 മിനിറ്റ് സമയം നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അതും ശല്യപ്പെടുത്തുകയല്ല ഞാൻ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച്, വചനത്തെക്കുറിച്ച്, ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച്, ക്രിസ്ത്യൻ കൺസെപ്റ്റ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ എൻ്റെ തന്നെ ചില കാര്യങ്ങളെക്കുറിച്ച് ഒപ്പീനിയനെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ആരെങ്കിലും അങ്ങനെയൊന്നും ഞങ്ങളിന്ന് പ്രതീക്ഷിക്കരുത് അച്ഛാ. അങ്ങനെ വരണം മക്കളെ. നമുക്കിനി അങ്ങനത്തെ ഈ സമ്മേളന വേദികളൊക്കെ അവസാനിപ്പിച്ചിട്ട് പഠന ശിബിരങ്ങൾ തുടങ്ങണം. സ്റ്റഡി സർക്കിൾസ് എന്ന് പറയും. ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് നിങ്ങൾ മിണ്ടുന്നവരാകണം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും രക്ഷയുണ്ടോ? ഇല്ല. അപ്പോൾ താങ്ക് യു വെരി മച്ച്. നല്ലതായിരുന്നു നിങ്ങളുടെ കൂടെയുള്ള സമയം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടെങ്കിലും ചെന്നിട്ട് മോശമായിട്ടൊന്നും പറയുകയല്ല കേട്ടോ. നല്ല കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ നല്ല ഗുണമായിട്ട് ഞാൻ കണ്ടത് റിസപ്റ്റിവിറ്റി. നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. പറയുന്നതിനെ താല്പര്യത്തോടെ, പ്രത്യേകിച്ച് ആൺകുട്ടികളാണ് എനിക്ക് അത്ഭുതപ്പെടുത്തിയത്. പെൺകുട്ടികൾ പിന്നെ എല്ലായിടത്തും ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്ന പോലെ കാണിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പെൺകുട്ടികൾ അങ്ങനെ ചെയ്യും, അവർ റിസപ്റ്റീവ് ആറ്റിറ്റ്യൂഡുണ്ട്. ആൺകുട്ടികൾ ഡിസ്ട്രാക്ട് ആവും. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി ഇവിടുത്തെ ആൺകുഞ്ഞുങ്ങളൊന്നും ഡിസ്ട്രാക്ട് ആണെന്ന് ഞാൻ കണ്ടില്ല. എന്തൊരു നന്മയത്. നിങ്ങൾ ഇരുന്ന് കേട്ട് തന്നു. പാവം അച്ഛൻ കഷ്ടപ്പെട്ട് വന്നല്ലേ, കേട്ടേക്കാം എന്നുള്ള ഭാവത്തോടെ ഇരുന്ന് കേൾക്കുന്നു, ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എനിക്ക് ഫേസ് കാണുമ്പോൾ അറിയാമല്ലോ എൻ്റെ കൂടെ വരുന്നുണ്ടോയെന്ന്. അപ്പോൾ ചിലർ അതിനനുസരിച്ച് യാത്ര ചെയ്യുന്നു. നല്ലത്, റിസപ്റ്റിവിറ്റി നല്ലതാണ്. ഇനി നിങ്ങൾ വളർത്തേണ്ട ഒരെണ്ണം സ്റ്റാർട്ട് ടു റെസ്പോണ്ട്. ഞാനതും കൂടെ പറഞ്ഞിട്ട് പോകണ്ടേ, അല്ലെങ്കിൽ പിന്നെ കാര്യമില്ലോ. ഇവിടെയും മഴ അവിടെയും മഴ, എല്ലാം സുഖകരമെന്ന് പറഞ്ഞാൽ പോരല്ലോ. പ്രത്യേകിച്ച് എൻ്റെ ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്,
നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഇപ്പം കാണുന്നത് പെൺകുട്ടികൾ മിടുക്കരാണ്. നിങ്ങൾ മിടുക്കരല്ലാതാകണമെന്നല്ല എൻ്റെ ആഗ്രഹമേ, ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു കൊടുക്കുക മനസ്സിലാകാൻ വേണ്ടി. പെൺകുട്ടികൾ എല്ലായിടത്തും മിടുക്കരായിട്ടുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ആൺകുട്ടികൾ കഴിഞ്ഞിട്ട് മിച്ചം സമയവും സ്ഥലവും ഉണ്ടെങ്കിലാണ് ആർക്ക് ഞങ്ങൾ സ്ഥലം കൊടുത്തിരുന്നത്, അവസരം കൊടുത്തിരുന്നത്? പെൺകുട്ടികൾക്ക്. ഇന്ന് എല്ലാ മേഖലയിലും സൺഡേ സ്കൂള്, യുവജന പ്രസ്ഥാനം, എല്ലായിടത്തും പെൺകുട്ടികൾ എക്സൽ ചെയ്യുന്നു. നല്ലത്, നിങ്ങളെ അഭിനന്ദിക്കുന്നു, നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന്. ആൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, മക്കളെ നമുക്കവരെ തോപ്പിക്കേണ്ട, പക്ഷേ അവരുടെ ഒപ്പം നിൽക്കണം. നിങ്ങൾ സ്മാർട്ട് ആകണം. ഇനിയും നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണ്, പക്ഷെ നിങ്ങൾ ആ 3-4 പേരുടെ ആ പിയർ ഗ്രൂപ്പിലാണ് കംഫർട്ടബിൾ. ശ്രദ്ധിച്ചാൽ മതി. ആൺകുട്ടികൾ 3-4 പേര് വർത്തമാനം പറയുമ്പോൾ നമ്മൾ സൂപ്പറാണ്, വർത്തമാനമൊക്കെ പറയും, അഭിപ്രായങ്ങളൊക്കെ പറയും. പക്ഷേ ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്യാനുള്ള ആർജവത്വം, ട്രെയിനിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, തിയേറ്റർ ട്രെയിനിങ് ഒക്കെ നമുക്കിനി ആവശ്യമുണ്ട്. കാരണം നമ്മുടെ സമുദായം മുമ്പിൽ നിൽക്കണം, 2 വാക്ക് മുമ്പിൽ നിന്ന് പറയണം. അല്ലെങ്കിൽ പറ്റുന്നുണ്ടല്ലോ, ക്രിസ്ത്യൻ സമൂഹം, പ്രത്യേകിച്ച് കേരള ക്രൈസ്തവ സമൂഹം, ഇത് പറയുന്നതുകൊണ്ട് അവസാനം എടുത്തോ, ടേക്ക് അവേ ആയിട്ട് കൊണ്ടുപോക്കോ, നിങ്ങളുടെ തലയിൽ കിടക്കട്ടെ. കേരള ക്രൈസ്തവ സമൂഹം എല്ലാ കാലവും തങ്ങളുടെ മക്കളെ പഠിപ്പിച്ചത് സഹിഷ്ണുതയാണ്. സഹിഷ്ണുതയാണ്. എന്താ സഹിഷ്ണുത? ടോളറൻസ്. ആരെയും ദ്രോഹിക്കാൻ പോകരുത്, മറ്റു മതങ്ങളെ ബഹുമാനിക്കണം, സഹിഷ്ണുത പഠിപ്പിച്ചു. പക്ഷെ ഇന്ന് നമ്മളെല്ലാവരും കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയാമോ? നിസ്സംഗതയാണ്. നിസ്സംഗതയാണ്. സഹിഷ്ണുത പഠിപ്പിക്കപ്പെട്ടൊരു ജനം ഇന്ന് നിസ്സംഗത ജീവിക്കുകയാണ്. We were taught tolerance, but we are living in indifference. ഒന്നും നമ്മളെ ബാധിക്കാത്തൊരു നിസ്സംഗത നമ്മളെ ഇപ്പോൾ കാർ തിന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് യുവജന പ്രസ്ഥാനത്തിലെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, കം അപ്പ്, ബ്രേക്ക് ദ ഷെൽസ്, പുറത്തേക്ക് പോവുക. നിങ്ങൾക്ക് അതിനുള്ള നന്മയുണ്ട്, അത് ചെയ്യുക. ഉത്തരവാദിത്തപ്പെട്ടവർ അത്തരം പരിശീലനങ്ങൾ ഇനിയുള്ള കാലത്ത് കുഞ്ഞുങ്ങൾ കൊടുക്കുക. സംസാരിക്കുന്നവരാകണം. ഗോ ആൻഡ് പ്രൊക്ലെയിം, പ്രഘോഷിക്കുന്നവരാകണം. അപ്പോൾ എനിക്ക് ഈ അവസരം തന്ന ബഹുമാനപ്പെട്ട വൈദികർക്കും ഇതിൻ്റെ സംഘാടകർക്കും എൻ്റെ കൂടെ ഈ നേരം യാത്ര ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞതുപോലെ എൻ്റെ പേര് ജിസൺ പോൾ വേങ്ങാശ്ശേരി എന്നാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ സീറോ മലബാർ സഭയിലെ ഒരു വൈദികനാണ്. ചങ്ങനാശ്ശേരിയാണ് ബേസ്. ഞാനിപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷ, എനിക്കിപ്പോൾ പള്ളികളല്ല എന്നെ പിതാവ് ഏൽപ്പിച്ചിരിക്കുന്നത്, പ്രീച്ചിങ് മിനിസ്ട്രി എന്നൊരു ഉത്തരവാദിത്വമാണ്. എന്നോട് പറഞ്ഞിരിക്കുന്നത് ആളുകളെ പഠിപ്പിക്കുക. യാത്ര ചെയ്ത് പോയി ഇടവകളിലും എവിടെയെന്ന് വെച്ചാൽ പോയി ആളുകളെ പഠിപ്പിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ശുശ്രൂഷയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ എൻ്റെ പ്രാർത്ഥനയിലും ഓർമ്മയിലും ഉണ്ടാകും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.